അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഈ പ്രദേശത്ത് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ദർസിൻ്റെ കീഴിൽ നടത്തപ്പെടുന്ന വാർഷിക അജ്മീർ ഷേഖിൻ്റെ അനുസ്മരണമടക്കമുള്ള ദ്വിദിന ആത്മീയ മജ്‌ലിസിലെ പ്രഥമ ദിവസത്തിലാണ് നമ്മളൊക്കെയുള്ളത്. ഇതുപോലെയുള്ള മജ്‌ലിസുകൾ വർദ്ധിച്ചു വരേണ്ടുന്ന അനിവാര്യത അനുദിനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രാരാബ്ധങ്ങളും ബുദ്ധിമുട്ടുകളും പല നിലക്കുള്ള വിഷമങ്ങളും ഇന്ന് നാം പല മേഖലകളിലും കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരത്തിന് പല മാർഗങ്ങളും പലരും അവലംബിച്ച് കാണുന്നുണ്ട്. ചിലർ ഇനി ഈ പ്രശ്നത്തോടു കൂടെ ജീവിച്ചിരിക്കുന്നതിനർത്ഥമില്ല എന്ന നിലക്ക് ആത്മഹത്യയിൽ അഭയം തേടി നിരർത്ഥകരാകുന്നുണ്ട്. ചിലർ മദ്യപാനത്തിലൂടെയും മറ്റും ആശ്വാസം കൊള്ളാൻ ആഗ്രഹിക്കുന്നവർ ഉണ്ട്. സാമ്പത്തികമായ പുരോഗതിയാണ് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും പണം സമ്പാദിക്കാം എന്ന് ചിന്തിക്കുന്നവരും ഉണ്ട്. ലോകത്ത് ഏറ്റവും കൂടുതൽ ആത്മഹത്യ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ന്യൂയോർക്ക് എന്ന് പറയുന്ന രാജ്യത്താണ്, പ്രദേശത്താണ്. സാമ്പത്തിക രംഗത്ത് ഏറ്റവും കൂടുതൽ മുൻപന്തിയിലുള്ള സ്റ്റേറ്റും അത് തന്നെയാണ് വേൾഡ്. അഥവാ സമ്പത്തിന് മനുഷ്യർക്ക് സമാധാനം നേടിക്കൊടുക്കാൻ കഴിയുകയില്ല എന്നതാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഭൗതിക ലോക ജീവിതം മറ്റൊരു ജീവിതത്തിൻ്റെ തുടക്കമാണ്. മർത്യൻ, മനുഷ്യൻ എന്നുള്ളതിൻ്റെ ഒരു പര്യായ പ്രയോഗമാണ് മർത്യൻ. മർത്യൻ എന്നാൽ മരണമുള്ളവൻ എന്നാണ് അർത്ഥം. ജീവികളിൽ മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് മനുഷ്യര് മാത്രമാണ്. അഖീഖത്തെറുക്കാൻ വേണ്ടി ഒരു കാളക്കുട്ടനെ അല്ലെങ്കിൽ ഒരു പോത്തിനെ കൊണ്ടുപോകുമ്പോൾ ആ പോത്ത് റോഡ് സൈഡിൽ കാണുന്ന പുല്ല് തിന്നാൻ ശ്രമിക്കും. അടുത്ത മിനിറ്റിൽ അത് അറുക്കപ്പെടും എന്ന ചിന്ത ആ പോത്തിനില്ല. എന്നാൽ ഒരു നെഞ്ചുവേദന വരുമ്പോഴേക്ക് മനുഷ്യൻ ഡോക്ടറെ കാണിക്കും, മരിക്കുമോ എന്ന പേടിയാണ്. ഞാൻ ഈ അടുത്ത് ഫേസ്ബുക്ക് മുത്താല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടു. ഒരു വലിയ ചട്ടി, ആ ചട്ടിയുടെ താഴെ തീ കത്തുന്നുണ്ട്. ആ ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ആ എണ്ണ ഒഴിച്ച ചട്ടിൽ ജീവനുള്ള ഏകദേശം 1 കിലോ തൂക്കം വരുന്ന വലിയൊരു ഞണ്ടുണ്ട്. ആ ഞണ്ടിന് ചുറ്റും ഒരുപാട് വെജിറ്റബിൾസ് കട്ടിംഗ് ഉണ്ട്. ക്യാരറ്റും മുള്ളങ്കിയും ഉള്ളിയും ബീട്രൂട്ടും അങ്ങനെ പല സംഭവങ്ങളുണ്ട്. അടിയിലിങ്ങനെ തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്.
അല്പം കഴിഞ്ഞ് ആ ഞണ്ട് വെന്ത് കഴിഞ്ഞാൽ ഭക്ഷണമാക്കാൻ വേണ്ടിയാണ്. എന്നാൽ ഈ തിളക്കുന്ന എണ്ണയിൽ ഇരുന്ന് പൊള്ളലേൽക്കുന്ന ഞണ്ട് ചെയ്യുന്നത് അതിന് കിട്ടിയ ഒരു ക്യാരറ്റിന്റെ കഷ്ണം അതിങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയാണ്. അഥവാ അല്പസമയം ഞാൻ മരിക്കുമെന്നും ഞാൻ മറ്റൊരാളുടെ തീന്മേശയിൽ പെടും എന്നും ഈ ഞണ്ടിനറിയില്ല. അങ്ങനെയാണ് മറ്റു ജീവജാലങ്ങളെങ്കിൽ മർത്യൻ എന്നാൽ മൃതിയുള്ളവൻ, മരണമുള്ളവൻ എന്നാണ്. നമ്മളാരും തീരുമാനിക്കുമ്പോഴല്ല ഇങ്ങോട്ട് വന്നത്. നമ്മളാരും തീരുമാനിക്കുമ്പോഴല്ല ഇവിടെ നിന്ന് യാത്ര പോകുന്നതും. ഇങ്ങോട്ട് പറഞ്ഞയച്ച രാജാതിരാജനായ അല്ലാഹ് എന്നാണോ നമ്മെ അങ്ങോട്ട് വിളിക്കുന്നതെങ്കിൽ ആ ദിവസം നമ്മളൊക്കെ യാത്ര പോവേണ്ടവരാണ്. കഴിഞ്ഞുപോയ നാളുകൾക്ക് മടക്കം ഇല്ല. കൊഴിഞ്ഞുപോയ ഇന്നലകൾക്ക് തിരിച്ചുവരവും ഇല്ല. സെക്കൻഡ്, മിനിറ്റ്, മണിക്കൂർ, ദിവസം, ആഴ്ച, മാസം, ആണ്ട്, പതിറ്റാണ്ട്, നൂറ്റാണ്ടായി നമ്മുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ജീവിതം യഥാർത്ഥ ജീവിതം അല്ല. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത, മരണവും ജീവിതവും അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ളത് നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാണെന്നാണ്. അവിടെ മൗത്ത് കഴിഞ്ഞ് ഹയാത്ത് പറയാൻ കാരണം മരണത്തിന്റെ ശേഷമുള്ള ജീവിതമാണ് യഥാർത്ഥ ജീവിതം എന്ന് ഉൾക്കൊള്ളാൻ വേണ്ടിയാണ് പറഞ്ഞു വന്നത്. ഇവിടെയുള്ള ജീവിതത്തിന് കൃത്യമായ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിനെ പരിഗണിക്കാൻ വേണ്ട മാർഗങ്ങളുണ്ട്. പൂവണിയപ്പെടേണ്ട ലക്ഷ്യങ്ങളുടെ സാക്ഷാത്കാരത്തിന് അനുവർത്തിക്കേണ്ടുന്ന മാർഗങ്ങളുണ്ട്. ആ മാർഗങ്ങളാണ് സ്വാലിഹീങ്ങൾ ഇവിടെ കാണിച്ചു തന്നത്. ഇവിടെ നാം അനുസ്മരിക്കുന്ന ബഹുമാനപ്പെട്ട ശൈഖ് ഖാജാ മുഈനുദ്ദീനിൽ ചിശ്തി റളിയല്ലാഹു അൻഹു, സുൽത്താനുൽ ഹിന്ദ്, ആത്മീയ രംഗത്തെ ഇന്ത്യ മഹാരാജ്യത്തിലെ ആത്മാവിന്റെ ആത്മീയ രാജാക്കന്മാരിൽ ഏറ്റവും മുൻപന്തിയിലുള്ളവരിൽപ്പെട്ടവരാണ് ബഹുമാനപ്പെട്ട ശൈഖ് അജ്മീർ റളിയല്ലാഹു അൻഹുവെങ്കിൽ ശറഫ്ത സഞ്ചറബിൽ മിലാദി സാകിനഹു അല്ലംത ബിൽ ഖബരി അജ്മിറൻ മാകിനുഹു. ഇറാനിലെ ഖുറാസാൻ എന്ന പ്രദേശത്ത് ജനിച്ച മഹാൻ ഹിജറ 530 ജനിക്കുന്നത്. ഹിജറ 530 ജനിച്ച ബഹുമാനപ്പെട്ട ശൈഖ് ഖാജാ തങ്ങള് അവിടുന്ന് ജീവിക്കുന്നത് എങ്ങനെയാണ്? ചെറുപ്പത്തിലെ പിതാവ് മരണപ്പെട്ടു. പിതാവ് മരണപ്പെട്ട സമയത്തൊരു തോട്ടമുണ്ടായിരുന്നു. ആ തോട്ടത്തെ ട്രീറ്റ് ചെയ്തും അതിലുള്ള കൃഷികളെ പരിപോഷിപ്പിച്ചും അതുപോലെ ന്യായമായ തൊഴിലെടുത്തും അതിലുള്ള ഫലങ്ങൾ കൊണ്ടുപോയി വിറ്റും കൊണ്ടാണ് ബഹുമാനപ്പെട്ടവർ അങ്ങനെ ജീവിക്കുന്നത്. അങ്ങനെ 15 വർഷമായ സമയത്ത് ബഹുമാനപ്പെട്ടവർ തോട്ടത്തിൽ ഇരിക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽപ്പെട്ട ഒരു മഹാൻ ഈ തോട്ടത്തിൽ എങ്ങനെയോ എത്തപ്പെട്ടു. ബഹുമാനപ്പെട്ട അജ്മീർ ശൈഖ് ചെയ്തത് എന്താണ്? ഒരു കൊല ഈത്തപ്പഴം, ഒരു ഈത്തപ്പഴത്തിന്റെ ഒരു കൂച്ചിൽ ആ മഹാനവറുകൾക്ക് കൊടുത്തപ്പോ അതിൽ നിന്ന് 2-3 ആതിഥ്യ സൽക്കാരം എന്നുള്ളത് ഒരു മര്യാദയാണ് എന്നുള്ള നിലക്ക് കഴിച്ചതിൻ്റെ ശേഷം ബഹുമാനപ്പെട്ടവര് തിരിച്ചൊരു റൊട്ടി കഷ്ണം ശൈഖ് ജീല അജ്മീർ തങ്ങൾക്ക് കൊടുത്തു. ആ അജ്മീർ തങ്ങൾ ആ റൊട്ടി കഷ്ണം കഴിച്ചപ്പോഴാണ് അവിടുന്ന് ആധ്യാത്മിക മേഖലയിൽ ഉന്നതമായ അവസ്ഥയിലേക്ക് എത്തുന്നത്. ആ തോട്ടം മുഴുവനും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വഖഫ് ചെയ്ത്
ആത്മീയ രംഗത്ത് വലിയ മാതൃക കാണിച്ചവരാ. ആ നിലയ്ക്ക് ജീവിച്ച മഹാരഥന്മാർ അവരെല്ലാവരും ഈ ജീവിതത്തെ കണ്ടതെങ്ങനെയാണ്? ഇന്നലില്ലാഹി ഇബാദൻ ഫുതനാ തല്ലഖു ദുനിയാ വഖാഫുൽ ഫിതനാ നളറു ഫീഹാ ഫലമ്മാ അലിമു അന്നഹാ ലൈസത് ലിഹയ്യിൻ വതനാ ജഅലൂഹാ ലുജ്ജതൻ വത്തഖദു സ്വലിഹൽ അഅമാലി ഫിഹാ സൂഫനാ. അല്ലാഹുവിന് ചില ബുദ്ധിമാന്മാരായ അടിമകളുണ്ട്. ബുദ്ധിമാൻ എന്നവരെ വിളിക്കാൻ കാരണം ഈ ദുനിയാവിലേക്ക് അവരിങ്ങനെ നോക്കി. നളറൂ ഫീഹാ ഫലമ്മാ അലിമു. ദുനിയാവ് ദുനിയാവ് എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല. കാരണം ലോകത്ത് നമ്പർ 1 പണക്കാർ ഒരുപാട് പൈസ ഉള്ള ആളുകളുണ്ട്. നാള് തമിഴ്നാട്ടിലെ ഒരു അഴുക്ക് ചാലിൽ നിന്ന് 2000-ന്റെ ഒരുപാട് കെട്ട് നോട്ട് കിട്ടി. ഒരു കണ്ടെയ്നർ നോട്ട് മുമ്പ് ഒരു പണക്കാരനിൽ നിന്ന് പിടിക്കപ്പെടുകയുണ്ടായി. എത്രയോ മുതലുള്ളവരുണ്ട്. 2018 ജൂലൈ 10-ാം തീയതി കുവൈറ്റിലെ ഒരു പണക്കാരൻ മരണപ്പെട്ടു. അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കുമാറാവട്ടെ. ചെറിയൊരു പണക്കാരനാ. 6 ഫ്ലൈറ്റ് സ്വന്തം പേരിലുണ്ട്. 30 ലക്ഷത്തിലധികം സ്വർണത്തിന്റെ ഉരുപ്പടികളുണ്ട്. ലോകത്തെ ഏറ്റവും വാല്യൂ ഉള്ള കറൻസിയാണ് KD കുവൈറ്റ് ദീനാർ. കോടിക്കണക്കിന് KD ഡെപ്പോസിറ്റ് ഉണ്ട്. ഒരുപാട് കെട്ടിടങ്ങളും ഒരുപാട് സംവിധാനങ്ങളുണ്ട്. അയാൾ കടക്കുന്നതും മണ്ണിലാണ്. കൊണ്ടുപോയത് 3 കഷ്ണം തുണി മാത്രമാണ്. നമ്മളും അങ്ങനെയാണ്. എൻ്റെ വാപ്പാക്ക് കുറേ ഏക്കർ ഭൂമി ഉണ്ട്. അതുകൊണ്ട് എൻ്റെ വാപ്പാൻ്റെ ഖബർ ഒരു 10 വേണമെന്ന് ആരെങ്കിലും പറയും? ഇല്ല. പോകുന്നതൊരേ യൂണിഫോമിൽ, കിടക്കുന്നതൊരേ കുഴിമാടത്തിൽ. അനുഭവമാണെങ്കിലോ നല്ലവർക്ക് സ്വർഗത്തിന്റെ അനുഭവം. അല്ലാഹ് ആ കൂട്ടത്തിൽ നമ്മെ പെടുത്തട്ടെ. ആരും ഒന്നും കൊണ്ടുപോകൂല, എല്ലാം ഇവിടെ ഇട്ടേച്ചുകൊണ്ട്. അല്ലേ? وفي قبل كف الطفل عند ولادتي دليل على حرص المركب في الحي وفي بسطها عند الممات إشارة ألا تنظروني قد خرجت بلا شيء. വരുന്ന സമയത്ത് കൈ കൂട്ടിപ്പിടിച്ചാണ് ദുനിയാവിലേക്ക് വരുന്നത്. എത്ര കിട്ടിയാലും മതി വരൂല. എന്നാൽ പോകുന്ന സമയത്ത് 2 കൈയും നീർത്തിയാണ് പോകുന്നത്. എന്തേ? അലാ തൻളുറുനീ ഖദ് ഖറജ്തു ഇലാ ബിലാ ശൈഇ. കേട്ടിട്ടില്ലേ ബഹുമാനപ്പെട്ട ദുൽഖർനൈൻ റളിയല്ലാഹു അൻഹു അൽ കഹ്ഫ് സൂറത്തിൽ പരാമർശിക്കപ്പെട്ട യഅജൂജ് മഅജൂജുകളെ അടക്കി ലോകം അടക്കി ഭരിച്ച 2 ഭരണാധികാരികളിൽ ഒരാളാണ് ദുൽഖർനൈനി എന്നവർ. ഭൂമിക്ക് മുകളിലുള്ളവരെയും താഴെയുള്ളവരെയും ഭരിച്ചത് കൊണ്ടാണ് ദുൽഖർനൈൻ എന്ന് പറയുന്നത്. നമ്മളെ നേരെ താഴെ അമേരിക്കക്കാരാ ആണ്. പണ്ടൊരാൾ കോയൽക്കിണർ അടിച്ചപ്പോൾ അമേരിക്കക്കാരൻ്റെ സിറ്റ് ഔട്ട് പോയി പൊന്തി തന്നില്ലേ? കാരണം എന്താ? നേരെ താഴെ ഒരാൾ. അത് മുഴുവനും ഭരണം നടത്തിയിരുന്ന ദുൽഖർനൈനി വഫാത്താകുന്ന സമയത്ത് പറഞ്ഞു, എൻ്റെ കൈ 2 ഇങ്ങനെ നീർത്തിയിടണം, കട്ടിലിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ നീർത്തി വെക്കണം. അപ്പം എന്തേന്ന് ചോദിച്ചപ്പോൾ ലോകം മുഴുവനും അടക്കി ഭരിച്ച് ലോകത്തുള്ളത് മുഴുവനും ഉടമയാക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെട്ട ഞാൻ പോകുമ്പോൾ വെറും കൈകൊണ്ടാണ് പോണെന്ന് ലോകം മനസ്സിലാക്കട്ടെ. ഒന്നും കൊണ്ടുപോകില്ല. 3 കഷ്ണം തുണി.
ബാക്കി അനന്തരാവകാശികളെടുത്തു. പക്ഷെ വരുന്ന സമയത്ത് വേണം ഉണ്ടാക്കണം, ആ ചിന്ത ഉണ്ടാവുക. ദുനിയാവിൻ്റെ വിഷയം അങ്ങനെയാണല്ലോ. ഇപ്പോൾ ഒരാൾ ആസന്ന രോഗിയായി അങ്ങേ അറ്റെത്തിയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇയാളെ വീട്ടിൽ കൊണ്ടുപോയിക്കോളി, ഇനി നോക്കിയിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ പള്ളിയിൽ ഉസ്താദ് പറഞ്ഞു എന്നാ വസിയത്തൊക്കെ ഒന്ന് എഴുതിയച്ചോട്ടെ എന്നുള്ള നിലയ്ക്ക് നോട്ടുക്കും പെന്നോടും വസിയത്തോട്ട് പോയിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇയാൾ ഇടങ്ങേറായി ഇങ്ങനെ ആ സാധനമൊക്കെ വെച്ച് ഇങ്ങനെ പറഞ്ഞു ഇന്നാലിന്നാൾക്ക് ഇത്ര കൊടുക്കാണ്ട്, ഇന്നാലിന്നാൾക്ക് ഇത്ര കൊടുക്കാണ്ട്. അപ്പോൾ ഉമ്മറെ, മോൻ്റെ പേര് ഉമ്മറെ അതൊക്കെ എഴുതിയേക്ക്. ഇയാളൊന്നും എഴുതിയേക്കണില്ല, കൊടുക്കാനുള്ളതൊന്നും എഴുതിയേക്കണില്ല. അപ്പോൾ എന്തേന്ന് ചോദിച്ചപ്പോൾ ഈ ഇടത് സൈഡിലെ ഒരു ഞരമ്പിന് വാപ്പാക്ക് തയ്യാറുണ്ട്, അന്തവും കുന്തവും ഇല്ലാതെ ചിലപ്പോൾ പല വർത്താനം പറയും, അത് കാര്യമാക്കണ്ട എന്നുള്ളത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് എഴുതിയേക്കാത്തത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞു എടാ ആ അബൂക്കറാജി ഒരു 50,000 കല്യാണത്തിന് വാങ്ങിയെന്ന് പറഞ്ഞു. അപ്പോൾ ഉസ്താദെ അത് എഴുതിയേക്കെന്ന് പറഞ്ഞു. അപ്പോൾ ജെല്ലാറിന് വാപ്പാക്ക് ചെന്നിയാണെന്ന്, അത് ഇടയ്ക്കൊരു വെളി ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. ആ വെളി ഉണ്ടാകുമെന്ന് പറഞ്ഞ സമയത്ത് പറഞ്ഞതാണ് ഇങ്ങോട്ട് കിട്ടാനുള്ളത്, ചെന്നിൻ്റെ സമയത്ത് പറഞ്ഞതാണ് അങ്ങോട്ട് കൊടുക്കാനുള്ളത്. ദുനിയാവിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഈ ഭൗതിക ലോകം എന്നതെന്താണ്? ഖുർആനിൽ ഒരു അധ്യായമുണ്ട്, സൂറത്തുൻ നംൽ, ഉറുമ്പിന്റെ അധ്യായം എന്നാണ് അതിന്റെ അർത്ഥം. ഖുർആനിൽ 28 ജീവികളെ കുറിച്ച് പറയുന്നുണ്ട്. ആ ജീവികളിൽ വളരെ അത്ഭുതമുള്ള ജീവിയാണ് ഉറുമ്പ്. ഉറുമ്പിന്റെ കൂട്ടത്തിൽ എഞ്ചിനീയർമാരുണ്ട്, ഉറുമ്പിന്റെ കൂട്ടത്തിൽ നല്ല നല്ല കഴിവുള്ളവരുണ്ട്, ഉറുമ്പിന്റെ കൂട്ടത്തിൽ വൈദ്യന്മാരുണ്ട്, ഉറുമ്പിന്റെ കൂട്ടത്തിൽ പട്ടാളക്കാരുണ്ട്. നല്ല എല്ലാ നിലക്കും ബന്ധമുള്ള, നല്ല ഫ്രണ്ട്ഷിപ്പുള്ള, എല്ലാ നിലക്കും നിഷ്കപടമായി അധ്വാനിക്കുന്ന ജീവിയാണ് ഉറുമ്പ്. സ്വന്തം ശരീരത്തിന്റെ 50 ഇരട്ടി ചുമക്കും, സ്വന്തം ശരീരത്തിന്റെ 200 ഇരട്ടി വലിക്കും. ഈ നിലക്കുള്ളൊരു ജീവിയാണ് അമേരിക്കൻ എഞ്ചിനീയറായ കെഹേൽ 7/7 എന്ന് പറയുന്ന ആ വ്യക്തി. ഉറുമ്പിനെ കുറിച്ച് മാത്രം 1000 പേജുള്ള പുസ്തകം ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ അത്ഭുതമുള്ള ജീവിയാണ് ഉറുമ്പ്. ആ ഉറുമ്പിന്റെ പേരിൽ ഒരു അധ്യായം തന്നെയുണ്ട്. അതിൽ കാണാം ബഹുമാനപ്പെട്ട നബിയുല്ലാഹി സുലൈമാൻ നബി അലൈഹിസ്സലാം പരിവാരങ്ങളും ഒരു വഴിയിലൂടെ വരുന്ന സമയത്ത് ഒരു ഉറുമ്പ് തന്റെ അനുയായികളായ തന്റെ കൂടെയുള്ള ആളുകളോട് പറയുന്നു, ഓ നംലുകളെ, ഉദ്ഖുലൂ മസാകിനകൂ, നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോവേണ്ടതുണ്ട്, സുരക്ഷിതമായ സ്ഥാനത്തേക്ക് പോവേണ്ടതുണ്ട്. ലാ യഹ്തിമന്നകും സുലൈമാനു വജുനൂദു, സുലൈമാൻ നബി അലൈഹിസ്സലാം വരുന്നുണ്ട്, പട്ടാളക്കാരും വരുന്നുണ്ട്, അവര് ചവിട്ടിയരക്കും, അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ വരവിനെ കുറിച്ച് പറഞ്ഞ് ഒരു നേതാവ് എങ്ങനെയായിരിക്കണം എന്ന മാതൃക ഈ ഉറുമ്പ് കാണിക്കുകയാണ്. വഹും ലാ യശ്ഉറൂൻ, സുലൈമാൻ നബിയും പട്ടാളക്കാരും ഒരാളെയും ആക്രമിക്കുന്നവരല്ല, അവര് രാജ്യദ്രോഹം നടത്തുന്നവരല്ല, ഒരു ജീവിയെയും നോവിപ്പിക്കുന്നവരല്ല. വഹും ലാ യശ്ഉറൂൻ, നമ്മൾ കുഞ്ഞി ഉറുമ്പുകളല്ലേ, അവരെ കൊള്ള ചേർത്തി നോക്കുമ്പോൾ ചെറിയ ജീവികളല്ലേ, അറിയാതെ ചവിട്ടിയരക്കാൻ സാധ്യതയുണ്ട് എന്ന് ഈ ഉറുമ്പിന്റെ നേതാവായ, അവരുടെ കാരണവരായ, അവരുടെ അഡ്വൈസറി ബോർഡ് ചെയർമാനായ വലിയ ഉറുമ്പങ്ങ് പറഞ്ഞു കൊടുത്തപ്പോൾ സുലൈമാൻ നബി അലൈഹിസ്സലാം പുഞ്ചിരിച്ചു. അതേ തെറ്റിദ്ധാരണ മാറ്റിക്കൊടുത്തല്ലോ എന്ന നിലക്ക് ആ ഉറുമ്പിനെ പരിചയപ്പെട്ടു. ഉറുമ്പിനെ പരിചയപ്പെട്ടു. നമ്മളെ വീട്ടിൽ ഉറുമ്പുണ്ടെങ്കിൽ നമ്മൾ മണ്ണെണ്ണർന്ന് പരിചയപ്പെടും അല്ലേ? പഴയ കാലത്തൊക്കെ ഉറുമ്പിനോട് ചോദിച്ചു എന്താ ഭക്ഷണം കഴിക്കലെന്ന് ചോദിച്ചു. അപ്പോൾ ഒരരിമണിയാണ് പറഞ്ഞു. അത് ആരാ തരാന്ന് ചോദിച്ചു. അത് ഇന്നലെ വരെ ആരാ തന്നു? അള്ളാഹു തആല തരും. ശരി, എന്താ ഉറപ്പെന്ന് ചോദിച്ചു. ഇന്നേ വരെ പറ്റിച്ചിട്ടില്ല പറഞ്ഞു. ശരി, അന്നം മുടങ്ങിയിട്ടില്ല. മൂക്കിൻ്റെ താഴെ തൊള്ള കീറിക്കണമെങ്കിൽ ഭക്ഷണം അള്ളാഹു തരും. ശരിയാണ്, വായ കീറിയിട്ടുണ്ടെങ്കിൽ. അങ്ങനെ അന്വേഷണ വിധേയമായി ഇതിനെ അറസ്റ്റ് ചെയ്തു. ഒരു കുപ്പിയിലാക്കി, ആളെ കുപ്പിയിലാക്കിയല്ല, ഉറുമ്പിനെ കുപ്പിയിലാക്കി. ഇവിടെ ഒരു അരിമണി ഇട്ട് കൊടുത്തു. അതിൽ ഈ ഒരു അരിമണിയുടെ അര കഴിച്ചു. അര അവിടെ ബാക്കിയാക്കിയാണ്. അപ്പോൾ രാവിലെ തുറന്ന് നോക്കുമ്പോൾ അര ബാക്കിയാക്കിയാണ്. അപ്പോൾ ചോദിച്ചു എന്തേ ഒന്ന് കഴിക്കാതെ അര കഴിച്ചെന്ന് വെച്ചു. ഇന്നലെ വരെ അല്ല തന്നത്, ഇന്നലെ ഇപ്പം നിങ്ങളാണല്ലോ തന്നത്, നിങ്ങളെ നമുക്ക് വലിയ ഉറപ്പൊന്നുമില്ല എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഒരു ദിവസത്തേക്ക് അരയെങ്കിൽ അര ബാക്കിയാക്കി വെച്ചതാണ് കാരണം കാവലിന്.
അങ്ങനെ ആ ഉറുമ്പിന്റെ സുദീർഘമായ ഒരു സംഭാഷണം. ആ ഉറുമ്പ് ചോദിച്ചു, സുലൈമാൻ നബിയെ, നിങ്ങളുടെ പിതാവ് ദാവൂദ് നബി അലൈഹിസ്സലാമിന് ദാവൂദ് എന്ന പേര് വരാനുള്ള കാരണം എന്താന്ന് ചോദിച്ചു. ഓരോ പേരിന് ഓരോ അർത്ഥം ഉണ്ടാവും. ഇപ്പോഴത്തെ പേര് പോലെയല്ല. ഇപ്പൊക്കെ ഓരോരോ പേരുകൾ. ഇപ്പൊ ഇന്നലെ വാട്സപ്പിൽ ഒരാൾ വിളിച്ചിട്ട് ചോദിച്ചു, എന്താ സെറിൻ, എന്താ അതിന്റെ അർത്ഥം എന്ന് ചോദിച്ചു. കുട്ടി ഉണ്ടായിട്ടുണ്ട്, എനിക്കറിയില്ല. എന്നാ ഒരു പേര് പറഞ്ഞിരുന്നു. അപ്പൊ നല്ല പേരുകൾ, നല്ല അടിപൊളി പേരുകൾ പറഞ്ഞു കൊടുത്തു, ഹദീസിലും ഇതിലൊക്കെ ഉള്ള. അപ്പൊ അതൊന്നും പോരാ. പിന്നെന്ന് ചോദിച്ചു, കുടുംബത്തിലും ഉണ്ടാവാൻ പാടില്ല, അയലോക്കത്തും ഉണ്ടാവാൻ പാടില്ല, എന്ന് അങ്ങനത്തെ ഒരു പേര് പറഞ്ഞിരുന്നാണ്. പച്ചപ്പൂത്ത് നിട്ടളാറുണ്ട്. അതിപ്പോൾ ആരും ഇട്ടിട്ടുണ്ടാവില്ലല്ലോ. ഓരോരോ പേരുകൾ ഹസ്സിനും അസ്മാ ഔലാദിക്കും മക്കളെ പേര് നന്നാക്കിയിടണമെന്നാണ്. ഇത് ലോറിക്കാരനെ പണ്ട് പോലീസ് വിളിച്ചപ്പോൾ ലൈസൻസ് ചോദിച്ചപ്പോൾ കാണാനില്ല, പേര് ചോദിച്ചപ്പോൾ കുടുക്കുടാനന്ത ശർമാറിനു നജി പെയ്ക്കുവാറുന്നു. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ എഴുതാൻ കഴിയുന്നില്ല. അങ്ങനെ ആവാൻ പാടില്ല. പേരൊരു സംസ്കാരം, നല്ല പേരിടണം. നിങ്ങളുടെ പിതാവ് ദാവൂദ് നബി അലൈഹിസ്സലാമിന് ദാവൂദ് എന്ന പേര് വരാനുള്ള കാരണം എന്താണെന്നറിയോ? ലിഅന്നഹു ദാവദ ജറാഹത ഖൽബിഹി ബിദിക്രില്ലാഹ്. ഏത് പ്രശ്നങ്ങൾ വന്നാലും ഏത് പ്രയാസങ്ങൾ വന്നാലും ദിക്റുകളെ കൊണ്ട് പരിഹരിച്ചിരുന്നു. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ആശ്വാസവും സന്തോഷവും വരുന്നത് എങ്ങനെയാണ്? അത് ദിക്റുകളിലൂടെയാണെന്ന് മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട്. ഓ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സഹോദരന്മാരെ, അതുകൊണ്ട് ദിക്റിലൂടെയാണ് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം. അതുകൊണ്ടാണ് ദാവൂദ് നബി അലൈഹിസ്സലാമിന് ആ പേര് വരാൻ കാരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മോനെ, നിനക്ക് പ്രയാസമുണ്ടോ, പ്രതിസന്ധിയുണ്ടോ, ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടേണ്ടതുണ്ടോ? 3 ഖുൽ ഹുവല്ലാഹ്, 3 ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, 3 ഖുൽ അഊദു ബിറബ്ബിൻ നാസ് രാവിലെയും വൈകുന്നേരവും ചൊല്ലിയാൽ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം. 3 ഖുൽ ഹുവല്ലാഹ്, 3 ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, 3 ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ചെല്ലാൻ വല്ല പണിയുണ്ടോ? പണിയുണ്ടോ? ഒരു പ്രയാസമില്ല. സുബഹി നിസ്കാര ശേഷം നമ്മൾ ദുആ കഴിഞ്ഞിട്ട് നമ്മൾ ഇരുന്നിട്ട് അതാണ് ചെല്ലുക. ഇത് ഞാൻ ഒരാളോട് വന്ന് എന്തൊക്കെ കഷ്ടപ്പാടും പ്രാരാബ്ദം ബുദ്ധിമുട്ടും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അയാളോട് ഇത് പറഞ്ഞു കൊടുത്തു. അപ്പം അയാൾ ചോദിച്ചു, ഒരു 8 മണിക്ക് ഓതിയാൽ മതിയോ എന്ന് ചോദിച്ചു. എന്തേന്ന് ചോദിച്ചു. അപ്പളാ നീച്ചല് കയറും. ജോ തന്നെ വേണ്ട, സുബഹിന്റെ ശേഷം അല്ലേ? പക്ഷെ അത് ഓതുമല്ലോ അല്ലേ? അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരു എന്നാ ആമീൻ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരത്തിനുണ്ട്. എന്തോ ആവട്ടെ, ദാവൂദ് നബി അലൈഹിസ്സലാമിന് ദാവൂദ് എന്ന പേര് വരാനുള്ള കാരണം ലിഅന്നഹു ദാവദ ജറാഹത ഖൽബിഹി ബിദിക്രില്ലാഹ്. എല്ലാ പ്രശ്നങ്ങളും ദിക്റിലൂടെ പരിഹരിച്ചിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. ചോദിച്ചു, അങ്ങേക്ക് സുലൈമാൻ എന്ന പേര് വരാനുള്ള കാരണം എന്താണ്? എന്താണെന്ന് ചോദിക്കുമ്പോൾ ലിസലാമത്തി സദരിക, അങ്ങേക്ക് നല്ല മനസ്സാ, നല്ല മനസ്സുള്ള ആളുകളാവണം. നമ്മുടെ വാക്ക് കാരണം ഒരാളും വേദനിക്കരുത്, നമ്മുടെ പ്രവർത്തനം കാരണം മറ്റൊരാൾ വിഷമിക്കരുത്, ഒരാളെയും വാക്കുകൊണ്ട് വേദനിപ്പിക്കരുത്, ഒരാളെയും മനസ്സുകൊണ്ട് വെറുക്കരുത്, ഒരാളെയും പ്രവർത്തനത്തിലൂടെ വിഷമിപ്പിക്കരുത്. ആ നിലക്ക് നല്ലവരായി മാറണം. ബഹുമാനപ്പെട്ട ഖാജാ മുഈനുദ്ദീനിൽ ചിശ്തി റളിയല്ലാഹു അൻഹു പാവപ്പെട്ടവർക്ക് പിതാവിൽ നിന്ന് കിട്ടിയ തോട്ടം മുഴുവനും വഖഫ് ചെയ്യാനുള്ള കാരണം അത് പാവങ്ങളോടുള്ള എല്ലാ നിലക്കുമുള്ള മമത കൊണ്ടാണ്, അവരോടുള്ള സ്നേഹം കൊണ്ടാ. ഇതല്ലേ മഹാന്മാര് പഠിപ്പിച്ചത്, ഇതല്ലേ പൂർവീകരായ ആളുകളും പഠിപ്പിച്ചത്. എന്നിട്ട് ഉറുമ്പ് ചോദിച്ചു, നിങ്ങൾക്ക് കാറ്റിനെ അല്ലാഹ് അധീനപ്പെടുത്തി തന്നത് എന്താ അറിയോ? സുലൈമാൻ നബി അലൈഹി സ്വലാം കാറ്റിന്റെ സഹായത്തോടെ യാത്ര ചെയ്യാം. നമ്മളിപ്പോൾ ഗൾഫിക്കും പോണത് കാറ്റിന്റെ സഹായത്തോടെയാണ്, ഫ്ലൈറ്റിൽ പോണത്. എയറോപ്ലെയിൻ എന്നാണല്ലോ പറയല്, എയറാണ്. കാറ്റിന്റെ ഗതിവിഗതികൾക്കനുസരിച്ചാണ് അതിൻ്റെ പ്രൊപ്പല്ലറും അതുപോലുള്ള സംഭവങ്ങളൊക്കെ
സംവിധാനിക്കപ്പെട്ടിട്ടുള്ളത്. എന്താ അറിയുമെന്ന് ചോദിച്ചു. എന്തേന്ന് ചോദിച്ചു. ഈ ദുന്യാവ് പറഞ്ഞൊരു കാറ്റുള്ളൂ, ദുന്യാവ് പറഞ്ഞൊരു കാറ്റുള്ളൂ. ഒരാൾ നല്ല വീഡിയോ വലിക്കും, അങ്ങനെ സിഗരറ്റ് വലിക്കും. ഒരാൾ റൂമിൽ വന്നിട്ട് കുറേ കടാണ് കാരണം, എന്നിട്ട് കുറച്ച് അപ്പുറത്ത് പോയിട്ട് വലിച്ചു വന്നപ്പോൾ നിങ്ങൾ വലിക്കണേന് എത്രയെന്ന് ചോദിച്ചു. അപ്പോൾ ഒന്നിന് 6 റുപ്യാണ് പറഞ്ഞു. എത്ര റുപ്യക്ക് വലിക്കുമെന്ന് ചോദിച്ചു. 2 പാക്കറ്റ് വലിക്കുന്ന പറഞ്ഞു. ഒരു പാക്കറ്റിൽ എത്ര എണ്ണം ഉണ്ട് ചോദിച്ചു. 20 എണ്ണം ഉണ്ട് കാരണം. ഒരു മെലിഞ്ഞിട്ടുള്ളൊരു ഒരു സിഗരറ്റാണ്. അപ്പോൾ എത്ര റുപ്യയായി? 40 എണ്ണം വലിക്കും. 4 6 24, 240 റുപ്യ അയാൾക്ക് വലിക്കാൻ വേണ്ടി വേണം അല്ലേ? അപ്പോൾ ഒരു മാസം എത്ര വേണം? ഞാൻ കണക്കൂട്ടാണ്. ഈ വലിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതിന് പറയാൻ ഇവിടെ ആരുമില്ല. പക്ഷേ അല്ലേ, വെറുതെ ഇങ്ങനെ വലിച്ചുവിടുക. ആ വലിച്ചുവിടുന്ന പൈസ ഇങ്ങനെ ഒരു പെട്ടിക്ക് ഇട്ടിട്ട് സാധുവിന് ഒരു പെരയിട്ട് നീക്കുക, അല്ലെങ്കിൽ ഒരു കോയലടിച്ചു കൊടുക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ അല്ലേ, നിങ്ങൾ ആലോചിച്ച് നോക്കി. അള്ള കൊടുക്കുന്നുണ്ട്, പക്ഷെ വെറുതെ കത്തിച്ചുവിടാൻ. അപ്പോൾ ഭാര്യ പറഞ്ഞു, നമ്മൾ ഇങ്ങനെ വലിച്ചു വിടുന്നത് നിങ്ങളത് നിർത്തിയിട്ട് ആ പൈസ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ ഇട്ട് വെച്ചാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉപയോഗം ഉണ്ടാവുമല്ലോ. ആയിക്കോട്ടെ. അങ്ങനെ ഇയാളെന്തായി വലിക്കാതെ ആ പൈസ ഇങ്ങനെ 250 റുപ്യ ഇങ്ങനെ പെട്ടിക്ക് ഇട്ട് കുറേ ദിവസം കഴിഞ്ഞേക്ക് നമുക്ക് പൊട്ടിച്ചു നോക്കല്ലേ ചോദിച്ചു. പൊട്ടിച്ചു നോക്കുമ്പോൾ 10-15,000 റുപ്യ ഉണ്ട്. ശരി, അങ്ങനെ അതിനൊരു മോട്ടർ വാങ്ങി കിണറ്റിലിറക്കി സ്വിച്ച് ഇട്ടപ്പോൾ കത്തിയൻ പോയി. അയാൾ പറഞ്ഞു, ഈ പോയഞ്ഞു പോകേണ്ടത് പോയഞ്ഞെന്നെ പോകണം. ദുന്യാവ് പറഞ്ഞൊരു പുകയുള്ളൂ എന്നപ്പോൾ ഈ പറഞ്ഞത്. ഒരു പുക, അത് മാത്രമുള്ളൂ ദുന്യാവ്. ദുന്യാവിൻ്റെ കഥാരണ അങ്ങനെയാണ്. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാം അവിടുത്തെ ചരിത്രത്തിലൂടെ മനസ്സിലാകുന്നതും ഇതാണ്. അതാണ് മഹാന്മാർ നളറൂഫി അഫലമ്മാ അലിമു അന്നഹാ ലൈസത് ലിഹയ്യിൻ വതന ജഅലൂഹാ ലുജ്ജതൻ വത്തഖദു സ്വലിഹൽ അഅമാലി ഫീഹാ സുഫനാ. ഈ ഭൗതിക ലോകത്തെ വൈറിങ്ങനെ നോക്കിയപ്പോൾ അവർക്ക് ബോധ്യപ്പെട്ടത് എന്താണ്? അന്നഹാ ലൈസത് ലിഹയ്യിൻ വതന. ജീവിച്ചിരിക്കാൻ ആഗ്രഹമുള്ളവർക്ക് മരണമില്ലാതെ ജീവിക്കാൻ പറ്റിയതല്ല ദുന്യാവ്. എത്രയോ ആളുകൾ പോയി. ഈ നഗർ ഇവിടെ അറിയപ്പെടുന്നത് അൽത്വാഫ് തങ്ങൾ എന്ന് പറയുന്നൊരു തങ്ങളുട്ടിയുടെ പേരിലാണ്. ഇവിടെ പഠനം നടത്തി ഇഹ്യാ ഉസ്സുന്നയിൽ പഠിക്കാൻ വേണ്ടി പോയി പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അള്ളാഹുവിൻ്റെ വിധിക്ക് വിധേയപ്പെട്ടത് ഈ ലോകത്തോട് വിട പറഞ്ഞതെങ്കിൽ അള്ളാഹുവേ ഷഹാദത്തിന്റെ പവർ നൽകണം അല്ലാഹ്. കഴിഞ്ഞ മാസമാണ് എൻ്റെ ദർസിൽ പഠിച്ചിരുന്ന 17 വയസ്സ് മാത്രമുള്ള പുന്നാരമോൻ ഏറ്റവും നല്ല വിദ്യാർത്ഥിക്കുള്ള ജില്ലാ അവാർഡ് കോഴിക്കോട് വെച്ച് നൽകപ്പെട്ട ആ പ്രിയപ്പെട്ട പുന്നാരമോൻ വെള്ളത്തിൽ മുങ്ങി മരണപ്പെട്ടു. ഇന്ന് ഖബറിലാണ്. അല്ലാഹുവേ മഗ്ഫിറത്ത് നൽകണം അല്ലാഹ്. ആ കുട്ടിയുടെ 40 അടുത്ത ബുധനാഴ്ച 10:30 മണിക്ക്. ഓ സഹോദരന്മാരെ, ആലോചിക്കണം. ഒരു പള്ളിക്കാട്ടിലും പ്രായമായവർക്ക് മാത്രം എന്നെഴുതി വെച്ചിട്ടില്ല. ഒരു ഖബർസ്ഥാനിലും രോഗികൾക്ക് മാത്രം എന്നെഴുതി വെച്ചിട്ടില്ല. അള്ളാഹുവിൻ്റെ തീരുമാനം എപ്പോഴാണോ ഉണ്ടാകുന്നത്, അള്ളാഹുവിൻ്റെ തീരുമാനം ഏത് സമയത്താണ് ഉണ്ടാകുന്നതെന്ന് നമുക്കറിയില്ല. ബിസ്മില്ലാ. എല്ലാവരും നല്ല സംഭാവന കൊടുക്കുമ്പോൾ നല്ല നിയ്യത്ത് വെച്ച് കൊടുക്കുക. അല്ലാഹു ഖബൂലാക്കുമാറാവട്ടെ. ബിസ്മില്ലാ. അല്ലാഹുവേ യാ റബ്ബി അല്ലാഹ്. ഞാൻ പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ തീരുമാനമുണ്ടാകുമ്പോ നമ്മളെയും വിളിക്കും. ചമ്മാട് സിദ്ദീഖ് ഹാജി മരണപ്പെട്ടു. അല്ലാഹുവേ മഗ്ഫിറത്ത് നൽകണം അല്ലാഹ്. നമ്മുടെ നാട്ടിൽപ്പെട്ടവരും ഒരുപാട് മരണപ്പെട്ടു.
നമ്മുടെ പള്ളിക്കുള്ള സ്ഥലം കൊടുത്തിരുന്ന ഹാജിയാരെ കുറിച്ച് ഇവിടെ നേരത്തെ പരാമർശിച്ചു. അല്ലാഹുവേ ആ സദഖ ഖബൂലാക്കണം അല്ലാഹ്. ഒരു പള്ളിക്കുള്ള ഒരു ഏതെങ്കിലും ഒരു പാർട്ടാണെങ്കിലും ആ ഒരു പാർട്ട് നാളേക്ക് വേണ്ടി നീക്കി വെച്ചാൽ അത് വലിയ പുണ്യമുള്ളതാണ്. ഞാനിപ്പോൾ അതിലേക്ക് വരുന്നില്ല. പറഞ്ഞു വന്നത് ഈ ഭൗതിക ലോകത്തെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ കാഴ്ചപ്പാടോടുകൂടെ ജീവിക്കേണ്ടതാണ്. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിമായിട്ടല്ലാതെ അള്ളാഹുവിന് പരിപൂർണമായി കീഴ്പ്പെട്ടിട്ടുണ്ട് എന്ന് ബോധ്യം വന്നിട്ടല്ലാതെ നിങ്ങളൊരാളും മരിക്കരുത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. ആ ചിന്തയോട് കൂടെയാവണം ജീവിക്കേണ്ടത്. ആ ചിന്തയോട് കൂടെയാണ് നമ്മളൊക്കെ ഇവിടെ കഴിയേണ്ടത്. അല്ലാഹു ആ ബോധം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ സമയം നാം നിർവഹിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിലേക്ക് ചെറിയൊരു സൂചന മാത്രം നൽകി ഞാൻ എൻ്റെ വഅദ് ഇന്ന് അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, വെള്ളിയാഴ്ച പാരായണം ചെയ്യൽ സുന്നത്തുള്ള സൂറത്താണ് അൽ കഹ്ഫ്. അൽ കഹ്ഫ് സൂറത്ത് വലിയ പുണ്യമുള്ള കാര്യമാണ്. വെള്ളിയാഴ്ച ഓതൽ, ദിവസം ഓതൽ സുന്നത്തുണ്ട്. ആ അൽ കഹ്ഫിൽ ഒരായത്ത് കാണാം, വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാതി വൽ അശി യുരീദൂന വജ്ഹ വലാ തഅദു ഐനാക അൻ തുരീദു സീനതൽ ഹയാത്തി ദുനിയ വലാ തുതിഅ മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ വത്തബഅ ഹവാഹു വകാന അംറുഹു ഫുർദാ. ജീവിതത്തിൽ നിന്ന് 4 കാര്യങ്ങൾ മാറ്റി നിർത്തണം. ജീവിതത്തിൽ 4 കാര്യങ്ങൾ കൃത്യമായി പാലിക്കുകയും വേണം എന്നാണ് ഈ ആയത്തിൽ അല്ലാഹു തആല ലോകത്തോട് പറയുന്നത്. ഒന്നാമത് വസ്ബിർ, നിയന്ത്രണം. ജീവിതത്തിൽ കൃത്യമായ നിയന്ത്രണം വേണം, ചിട്ടകൾ വേണം. ആ ചിട്ടയാണ് സ്വാലിഹീങ്ങളെയൊക്കെ ഉന്നതമായ സ്ഥാനത്തേക്ക് എത്തിച്ചിട്ടുള്ളത്. എല്ലാ മേഖലയിലും കൃത്യമായ ചിട്ട. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, കുനൂ കന്നഹല, നീ ഒരു തേനീച്ചയെ പോലെയാവണം. വലാ തകൂനൂ കദ്ദുബാബ്, ഒരു ഈച്ചയെ പോലെയാവരുത്. മോനെ തേനീച്ചയെ കണ്ടിണോ? കണ്ടിണോ? തേനീച്ച നല്ല ഈച്ചയാണ്. ഖുർആനിൽ വഹി അറിയിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് പരാമർശിക്കപ്പെട്ട ജീവിയാണ് തേനീച്ച. ഔഹൈനാ ഇലൻ നഹൽ, തേനീച്ചയ്ക്ക് നാം വഹി അറിയിച്ചിട്ടുണ്ട് ഒഴിഞ്ഞ പ്രദേശത്ത് പോയി കൂടുണ്ടാക്കാൻ. നമ്മളൊക്കെ തേനീച്ചയുടെ കൃഷി വളർത്താറുണ്ട് പല ഭാഗങ്ങൾ. പെടുന്നില്ല അല്ലേ തേനീച്ച കൃഷി? ഇല്ല, നമ്മളാ ഭാഗങ്ങളിലൊക്കെ ഉണ്ട്. അങ്ങനെ ഈ തേനീച്ചയോട് പറഞ്ഞു എന്ന് പറഞ്ഞ് ഖുർആൻ പരാമർശിക്കപ്പെട്ട ജീവിയാണ് തേനീച്ച. തേനീച്ചക്ക് 10 സ്വഭാവമുണ്ട്. 9 സ്വഭാവം ഔലിയാക്കളുടെയും 1 സ്വഭാവം പിശാചിന്റെയും. തികച്ചു കൊടുത്തിട്ടില്ല എന്നർത്ഥം. എന്താ തേനീച്ചയുടെ പ്രത്യേകത? അൽ മുഹാഫള, കൃത്യനിഷ്ഠയാണ്. ജീവിതത്തിൽ ഏത് വ്യക്തിക്കും വേണ്ടതാണ് കൃത്യനിഷ്ഠ. ആത്മീയ നിഷ്ഠ വേണം, ആഹാരനിഷ്ഠ വേണം, ആചാരനിഷ്ഠ വേണം, അതുപോലെ സമയനിഷ്ഠ വേണം. ഏതൊരു വ്യക്തിക്കും വേണ്ടതാണ് ഈ കാര്യങ്ങൾ. നമുക്ക് അല്ലാഹു തആല നൽകിയ സമയം, ആ സമയത്തെ കൃത്യമായി ഉപയോഗപ്പെടുത്തണം. ഇഗ്തനിം ഖംസൻ ഖബല ഖംസ്, 5 കാര്യങ്ങൾ വരുന്നതിന്റെ മുമ്പ് 5 കാര്യങ്ങളെ കൃത്യമായി ഉപയോഗപ്പെടുത്തിക്കോ. ഒന്നാമത് ഹയാതക ഖബല മൗതിക വഗിനാക ഖബല ഫഖരിക വസിഹതക ഖബല സഖമിക വഹയാതക ഖബല മൗതിക. ഒന്നാമതായി വേണ്ടത് എന്താണ്? മരണം വരുന്നതിന്റെ മുമ്പ് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കലാണ്. മരിക്കുന്ന സമയം എത്തിക്കഴിഞ്ഞാൽ ഒരാളും അതിൽ നിന്ന് പുറകോട്ട് വരൂല. ഖുല്ലിന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. നിങ്ങൾ ഏതൊരു മരണത്തെ തൊട്ടാണോ ഓടിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ആ മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും എന്നാണ് ഖുർആനിലുള്ളത്.
ഒരാളെ സിംഹം ആട്ടി ഓടിച്ചു. അങ്ങനെ സിംഹം ഇങ്ങനെ ഓടിക്കുകയാണ്. ഷെയ്ഖ് ജീലാനി തങ്ങൾ ഉദാഹരണം പറയാം. അങ്ങനെ ഓടുന്നു. ഈ സിംഹം മുമ്പിലുള്ള ആഹാരം നല്ല സുഭിക്ഷമായ ആഹാരം എന്നുള്ള നിലക്ക് ആർത്തിയോടെ ഓടുന്നു മനുഷ്യന്റെ പിന്നിൽ. ഈ മനുഷ്യനാണെങ്കിലോ മരണം മുഖാമുഖം കണ്ടാ ഓടുന്നത്. ഓടി 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 സിംഹം തളർന്നു, മനുഷ്യനും തളർന്നു. അങ്ങനെ സിംഹം പിന്നാലെ കൂടുക തന്നെയാണ്. അപ്പൊ മുമ്പിൽ ഒരു കിണർ കണ്ടപ്പോൾ ആശ്വാസം എന്നുള്ള നിലയ്ക്ക് ഈ മനുഷ്യൻ കിണറ്റിലേക്ക് ചാടി. അപ്പൊ സിംഹം അവിടെ വക്കത്ത് അവിടെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞാൽ വരുമല്ലോ, എത്ര കാലം പച്ച അവിടെ എത്തിക്കാഫിരിക്ക. ആ നിലയ്ക്ക് സിംഹം അവിടെ. ഈ മനുഷ്യൻ കിണറിന്റെ നടുവിൽ നിന്ന് മുകളിലേക്ക് പൊന്തി നിൽക്കുന്ന ഒരു മരത്തിന്റെ താഴ്ഭാഗത്ത് പിടുത്തം കിട്ടിയപ്പോൾ അവിടെ പിടിച്ചു നിന്നു. ഒരു കൊമ്പിൽ ഇങ്ങനെ പിടിച്ചു, ഒരു കൊമ്പിൽ ഇങ്ങനെ ചവിട്ടി. മുകളിലേക്ക് കയറുവോ? എന്തേ? സിംഹമുണ്ട്. എന്നാ താഴെ ഒരാശ്വാസം എന്നുള്ള നിലക്ക് താഴെ ഒന്നിറങ്ങി വെള്ളം കുടിക്കാം എന്നുള്ള നിലക്ക് താഴോട്ട് നോക്കുമ്പോൾ ഒരു വലിയ സർപ്പം വാ പൊളിച്ച് നിൽക്കണം. താഴോട്ട് ഇറങ്ങുമോ? ഇറങ്ങൂല. മുകളിലോട്ട് കയറുമോ? എന്തേ? മേലെ സിംഹം, താഴെ പാമ്പ്. ഇവിടെ മുറുക്കി പിടിച്ച് അവിടെ നിൽക്കും. എന്താണെങ്കിൽ നടക്കട്ടെ എന്നുള്ള. അങ്ങനെ നിൽക്കുമ്പോൾ ഈ പിടിച്ച കൊമ്പിന്റെ മുരട്ടിൽ ഒരു വെളുത്ത എലി, ചവിട്ടിയ കൊമ്പിന്റെ മുരട്ടിൽ ഒരു കറുത്ത എലി, അതിങ്ങനെ കാർന്ന് മുറിക്കുകയാണ്. എന്തയ്യ? കയറാനും നിർവാഹമല്ല, ഇറങ്ങാനും നിർവാഹമല്ല. ഇതുപോലെയാണ് മനുഷ്യന്റെ ജീവിതം. ഈ ജീവിതം അസ്റായീൽ അലൈഹിസ്സലാം റൂഹിനെ പിടിക്കുന്ന മലക്കുൽ മൗത്ത് ഇങ്ങനെ പ്രതീക്ഷിച്ച് നടക്കുകയാണ്. എന്നാൽ അള്ളാഹുവിന്റെ ഓർഡർ എപ്പോഴാണ് ഉണ്ടാവുക? ആ ഓർഡറിന്റെ സമയത്ത് അതേ തീർച്ചയായും നമ്മളൊക്കെ പോവേണ്ടവരാ. ആ ചിന്തയോടുകൂടെയാണ് ജീവിക്കേണ്ടത്. അർഹമുർ റഹീമീനായ റബ്ബ് ആ ബോധമുള്ള മുഅ്മിനീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അതുകൊണ്ട് ജീവിതത്തിൽ കൃത്യമായി വേണ്ടത് നമ്മൾക്ക് സമയനിഷ്ഠയാണ്. അഥവാ കൃത്യമായ സമയത്ത് എണീക്കണം, കൃത്യമായ സമയത്ത് കിടക്കണം. രാവിലെ എണീക്കുമ്പോൾ അൽഹംദുലില്ലാ ചൊല്ലണം, അതുപോലെ കിടക്കുമ്പോൾ അൽഹംദു പോലെ ദിക്ർ ചൊല്ലി കിടക്കണം. ആ നിലക്കായിരിക്കണം. പെട്ടെന്ന് കൊടുക്കട്ടോ, പെട്ടെന്ന് കൊടുക്കും. ഇതാരെങ്കിലും വകയാ അല്ലേ ഈ പായസം? ആരോ വകയാ? അല്ലാഹു തആല കബൂലാക്കട്ടെ. ആമീൻ കേൾക്കണില്ല, കാരണം ഒക്കെ പായസ തൊള്ളേ അല്ലേ? ഇൻഷാ അല്ലാഹ്. ആ വലത്തെ കൈ കൊണ്ട് കുടിക്കുക മക്കളെ, വലത്തെ കൈ കൊണ്ടാണ് കുടിക്കേണ്ടത്. നിങ്ങൾക്ക് തരുമ്പോൾ കിട്ടിയിട്ടില്ല. ചില ആളുകൾ ചോറ് വെച്ച് കഴിഞ്ഞാൽ കാണാം ഇടത്തെ കൈ കൊണ്ട് വെള്ളം കുടിക്കണം. അല്ലെങ്കിൽ കാണാം ഇടത്തെ കൈ കൊണ്ട് ഇങ്ങനെ ക്ലാസ് പിടിച്ച് വലത്തെ കൈ കൊണ്ട് ഇങ്ങനെ താങ്ങി കുടിക്കും. അങ്ങനെ ഹദീസിലുണ്ടോ? ഇസ്റബ് ബിൽ യുസ്റാ മാ സപ്പോർട്ടിൽ യുംന. നമ്മളില്ല. അള്ളാഹു ഈ പാനീയം നൽകിയവർക്കൊക്കെ സ്വർഗീയ പാനീയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നല്ല നാടാണ്, ഈ നാട്ടുകാരാണ് അല്ലേ? എവിടെ ക്യാൻറ്റീനൊന്നും അല്ലല്ലോ ചെലവിനൊന്നും, നാട്ടുകാരല്ലേ ചെലവ് കൊടുക്കണത്. അല്ലാഹ്, നാട്ടുകാർ പെണ്ണുങ്ങളൊക്കെ വന്നോണോ? വയലിനെ വന്നോണല്ലോ അല്ലേ? മാഷാ അല്ലാഹ്. സ്ത്രീകളാണ് കൂടുതൽ. അല്ലാഹുവേ ബറക്കത്ത് നൽകണം. അല്ലാഹ്. ആ ഇൻഷാ അല്ലാഹ് ആൾക്കാർ വന്നു, അതൊന്നും കുഴപ്പമില്ല ഇൻഷാ അല്ലാഹ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നൽകിയ സമയം വളരെ വിലപ്പെട്ടതാണ്.
ആ വിലപ്പെട്ട സമയത്തെക്കുറിച്ച് നമ്മോട് ചോദ്യം ചെയ്യപ്പെടും. നാളെ പാരത്രിക ലോകത്ത് ഏറ്റവും കൂടുതൽ ഒരാൾ ഖേദിക്കുക ദുന്യാവിൽ നഷ്ടപ്പെടുത്തിയ സമയത്തെക്കുറിച്ചാ. ആ സമയത്തിന്റെ പേരിലാണെന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ മേഖലയിലും കൃത്യനിഷ്ഠ വേണം. ബഹുമാനപ്പെട്ട ശൈഖ് ജീൽ അജ്മീർ റളിയല്ലാഹു അൻഹു ആ മഹാനവറുകളുടെ ചരിത്രത്തിൽ കാണാം, അവിടുന്ന് കാന യഖ്തിമു ഖത്മത്തൈൻ, എല്ലാ ദിവസവും അവിടുന്ന് 2 ഖത്ം തീർക്കാൻ വേണ്ടി സമയം കണ്ടെത്തിയിരുന്നു. ഉമ്മമാരെ, മഹദിയായ നഫീസ ബീവി ഉതിഫകളിൽ മതി വരാതെ നോമ്പതും ഫീടുത്തെ പെരിയവന്റെ ഖൗഫിനാലെ തോന്ന ഇബാദത്തെ മരണമാകും എണ്ട് വിണ്ട് ഓതി അൻആമാലെ മാനിദാ സൂറത്ത് തീരും മുമ്പ് മൗത്തായാരെ പൊന്നിവർ മൗത്ത് ഹിജറ 200 ആട്ടെ പൂരിത റമളാൻ ദിൽജു മുഅരാവിൽ തീട്ടെ. ബഹുമാനപ്പെട്ട നഫീസ റളിയല്ലാഹു അൻഹു ആ നിലക്കാണ് സമയത്തെ ക്രമീകരിച്ചിരുന്നത്. വലിയ കറാമത്തുള്ള വലിയ മഹത്വമുള്ളവരാണ്. ബഹുമാനപ്പെട്ടവരുടെ ചരിത്രത്തിൽ കാണാം, ബഹുമാനപ്പെട്ട മഹദി അവറുകൾ മക്കയിലേക്ക് ഹജ്ജിനു വേണ്ടി 30 പ്രാവശ്യം വന്നിട്ടുണ്ട്. അതിൽ 20 പ്രാവശ്യവും നടന്ന വന്നത് പറഞ്ഞാൽ ചമ്മാട്ടങ്ങാടിന്ന് ആലുംചോട്ട് കൂടെ ഇങ്ങോട്ട് വന്നതല്ല. പിന്നെ അലക്സാൻഡ്രിയ, ഈജിപ്തിലെ തെക്ക് കിഴക്കൻ പ്രദേശമായ അലക്സാൻഡ്രിയയിൽ നിന്ന് കാൽനടയായി 1440 കിലോമീറ്റർ നടന്നു വന്നു. അന്ന് ഫ്ലൈറ്റ് ഒന്നുമില്ലല്ലോ. ഇപ്പോഴല്ലേ നമ്മളെ ചോറ്റൂരൊക്കെ നടന്നു പോയത്. എവിടെ എത്തിയറിയില്ല. അല്ലാഹു ആലം. അല്ലാഹു എല്ലാവർക്കും ഖൈർ പ്രദാനം ചെയ്യട്ടെ, നമുക്കും പ്രദാനം ചെയ്യട്ടെ. അങ്ങനെ നടന്ന് അവസാനത്തെ ഹജ്ജിന് വന്നു. വിദാഇന്റെ തവാഫ് കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ ആ ഇബ്രാഹിം മഖാം ഇങ്ങനെ കണ്ടു. ആ ചില്ലും കൂട്ടല്ലേ, അതിൻ്റെ ഉള്ളിലൊരു കല്ലുണ്ട്. ആ കല്ലേതാ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടുന്ന് കഅബാലയത്തിന്റെ പുനർനിർമ്മാണ വേളയിൽ ഇങ്ങനെ ചവിട്ടിന്നു. ഇബ്രാഹിം നബി ഹൈറ്റ് കുറഞ്ഞ ആളാണ്. ഇപ്പം നമ്മളിലുണ്ടാവില്ല, ചില ആൾക്കാർ ഭയങ്കര ഹൈറ്റ് ഉള്ള ആളാണ്, ചിലർ ഹൈറ്റ് കുറവാണ്. സ്കൂളിൽ ഒരു പ്യൂണ് വന്നപ്പോൾ അയാൾ ഇങ്ങനെ ബെല്ലടിക്കുന്നു, കാരണം ഹൈറ്റ് കുറവാണ്. അടുത്ത ആൾ വന്നപ്പോൾ ഇങ്ങനെ അടിക്കണം, അയാൾ ഹൈറ്റ് കൂടുതലാണ്. അങ്ങനെ ചിലപ്പോൾ ചില ആളുകൾ നല്ല ഹൈറ്റ് ഉള്ള ആൾക്കാരുണ്ടാവും, ചിലർ അത്ര തന്നെ ഹൈറ്റ് ഉണ്ടാവില്ല. അങ്ങനെ ഇബ്രാഹിം നബി ഹൈറ്റ് കുറവാണ്, അത് മോൾക്ക് എത്തൂല. അങ്ങനെ ബഹുമാനപ്പെട്ടവർക്ക് വേണ്ടി ജിബ്രീൽ അലൈഹിസ്സലാം ഇസ്മായിൽ നബിൻ്റെ അടുത്തൊരു കല്ല് കൊടുത്തു. ഈ കല്ല് വാപ്പ കൊണ്ടിട്ട് കൊടുക്കുക. ഹജറുൽ അസ്വദും ജിബ്രീൽ അലൈഹിസ്സലാമിനെ കൊടുത്തത്. അങ്ങനെ വാപ്പ അതിന്മേൽ ഇങ്ങനെ കയറിയിരുന്നു. അപ്പൊ ചെറിയൊരു ഹൈറ്റ് എത്തി. പിന്നെ കണ്ടുകണ ഈ കല്ല് ഇങ്ങനെ പൊന്തണു, ഈ ലിഫ്റ്റ് പൊന്തണ പോലെ കല്ലങ്ങനെ പൊന്തി. ആകണ്ടായിരുന്നത് 8 മുഴ ഉള്ളത് 18 മുഴ ആകണത് വരെ കല്ലിങ്ങനെ പൊന്തിച്ചു കൊടുത്തു. പിന്നെ സൈഡിക്കൊക്കെ ഇങ്ങനെ ഇബ്രാഹിം നബിനായിട്ട് ഈ കല്ല് ഇങ്ങനെ നടന്നു. അങ്ങനെ നടന്ന് അങ്ങനെ ചുറ്റി, വട്ടം ചുറ്റി. ആ വട്ടം ചുറ്റിയത് ആന്റി ക്ലോക്ക് വൈസിലായിരുന്നു. അഥവാ ക്ലോക്ക് തിരിയുന്നതിന്റെ ഘടികാര വിപരീത ദിശ. ആ ദിശയിലൂടെയാണ് നമ്മൾ തവാഫ് ചെയ്യാറുള്ളത്. എല്ലാ നല്ല കാര്യവും വലത്തോർത്ത് കൂടെ നോക്കുമ്പോ കഅബ പറയുന്നൊക്കെ പഴയ കാലത്ത് ഈ കന്നൂട്ടൽ അങ്ങനെയാണ്, എനിക്കറിയില്ല. അങ്ങനെയാ എന്താ കാളുകൂട്ടൊക്കെ ഉണ്ടാവില്ല ഇവിടെയൊക്കെ, ചിലയിടത്തൊക്കെ ഉണ്ടായി. കളിയാട്ട് മുക്കലുണ്ടായിരുന്നു കാളുകൂട്ട് ഇല്ല. അപ്പൊ കാളൂട്ടൽ അങ്ങനെയെന്ന് പറയണേക്ക. കാളൂട്ടുന്ന ആൾക്കാരെ കാണും ചെയ്തിട്ടുണ്ട്. അത് കാണുന്ന സമയത്ത് അത് ഓർമ്മ വരൂല, ഓർമ്മ വരുന്ന സമയത്ത് കാണൂല. കുട്ടികൾ പറഞ്ഞായിരിക്കും പൈസ ഉണ്ടാകുമ്പോൾ ഐസ് കാണൂല, ഐസ് ഉണ്ടാകുമ്പോൾ പൈസയും കാണൂല, രണ്ടും ഉണ്ടാകുമ്പോൾ സ്കൂൾ ഉണ്ടാവില്ല പറഞ്ഞില്ലേ. അപ്പൊ അങ്ങനെ ചിലപ്പോൾ അങ്ങനെ. അപ്പൊ ഏതായിരുന്നാലും ഇങ്ങനെ വട്ടം ചുറ്റി ആ കല്ല്, ഇതിൻ്റെ ആ മഹത്വം കണ്ടപ്പോൾ
ഇസ്മായിൽ നബി പെരി കൊണ്ടയച്ചു. അങ്ങനെ കഅബയൊക്കെ പണി കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞപ്പോൾ മകനെയും മരുവളൊക്കെ ഒന്ന് സന്ദർശിക്കാൻ വേണ്ടി ഇബ്രാഹിം നബി അലൈഹി സ്വലാം വന്നു. ആ വന്ന സമയത്ത് 110 വയസ്സുണ്ട്. അങ്ങനെ 110ാമത്തെ വയസ്സിൽ അവിടുന്ന് ഇങ്ങനെ വന്ന് ഭയങ്കര ക്ഷീണുണ്ട്. അപ്പൊ ഈ മരുമകള് അമ്മോസാക്കാന്റെ കൈ പിടിച്ച് പതുക്കെ കൊണ്ടുവന്നു. എന്നിട്ട് ഈ അകത്തുനിന്ന് ഈ കല്ലെടുത്തിട്ട് ഈ കല്ലിൽ ഇരിക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഇരുന്നു കൊടുത്തു. അമ്മോസാക്കാനെ മരുമകൾ കുളിപ്പിച്ചു കൊടുത്തു. നല്ല വൃത്തിയായി, നമ്മളവിടെ ഒരു മരുമകളുണ്ട്, രോഗിയായ അമ്മോശനെ കുളിപ്പിച്ചു കൊടുക്കും, തുടച്ചു കൊടുക്കുക, അങ്ങനെ എല്ലാ ഹിദ്മ ചെയ്യണ ചില പെണ്ണുങ്ങളുണ്ട്. അങ്ങനെ വളരെ കൃത്യമായി ട്രീറ്റ് ചെയ്ത് തലയിലൊക്കെ ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്ത് കുളിപ്പിച്ചു കൊടുത്തു. അപ്പൊ ഇബ്രാഹിം നബി ചവിട്ടിയ ആ കല്ല് അടയാളം ഉണ്ടായിരുന്നു, കാലിന്റെ അടയാളം പതിഞ്ഞു. അമ്പിയാക്കളെ പ്രത്യേകതയാണ്, പൂഴിയിൽ അടയാളം ഉണ്ടാവില്ല, പാറയിൽ അടയാളം ഉണ്ടാവും. നബി തങ്ങളുടെ കാൽപാദം തട്ടിയെടുത്തു, അങ്ങനെ ഉണ്ട് എന്ന് കിതാബുകളിൽ കാണാവുന്നതാണ്. ആ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മഖാം ഇബ്രാഹിമിലേക്ക് ഇങ്ങനെ നഫീസ ബീവി ഇങ്ങനെ നോക്കി. പടച്ചോനെ, ബഹുമാനപ്പെട്ട എൻ്റെ ഉപ്പൂപ്പ നബി മുഹമ്മദ് റസൂലുള്ളാഹി, അവിടുത്തെ വലിയപ്പ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചവിട്ടി നിന്നതിൻ്റെ പേരിൽ ആ കാലിൻ്റെ അടി തട്ടിയ ഈ കല്ലിന്, കാലിൻ്റെ അടി എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ശരീരത്തിലെ ലോ പാർട്ടാണ്. എന്നുവെച്ചാൽ അല്ലേ, കാലുകൊണ്ട് ഒരാളെ ചവിട്ടുന്നത് ആരും ഇഷ്ടപ്പെടൂല, അത് മണ്ണിനോട് എപ്പോഴും ടച്ച് ഉള്ളതാണ്. അപ്പൊ മണ്ണിനോട് ടച്ചുള്ള ഈ കാല് അമ്പിയാക്കളതൊക്കെ ചെറുഫാക്കപ്പെട്ടതാണ്. ഈ കാല് ഒരു കല്ലിൽ പതിഞ്ഞു എന്നുള്ളതിന്റെ പേരിൽ മഖാം ഇബ്രാഹീമിനെ നിങ്ങൾ ആദരിക്കുകയും അള്ളാഹുവിനെ ആരാധിക്കുകയും ചെയ്യണം എന്ന് അള്ളാഹുവിന്റെ നിർദ്ദേശമുണ്ട്. നഫീസ ബീവി ചിന്തിക്കുക. അപ്പൊ ഈ ഒരു കല്ല് തട്ടിയ ഈ ഒരു പാർട്ടിന് ഈ ഒരു മഹത്വം ഉണ്ടെങ്കിൽ അവിടുത്തെ ശരീരം വെച്ച സ്ഥലത്തിന് എത്ര മഹത്വം ഉണ്ടാകും? ശരീരം എവിടെയുള്ളത്? ഫലസ്തീനിലെ ഹെബ്രോൺ ഡിസ്ട്രിക്റ്റിലെ മദീനത്തുൽ ഖലീൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ഖബർ, യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ ഖബർ, ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമിന്റെ ഖബർ, ഇസ്ഹാഖ് നബിയുടെ ഭാര്യ റുഫഖ ബീവി റളിയല്ലാഹു അൻഹായുടെ ഖബർ, യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ഖബർ, ഇതൊക്കെ അവിടെയുള്ളത്. ഒരിക്കൽ ആ ഖബർ ഇങ്ങനെ വരിക്കാൻ, കുറച്ച് ഗ്യാപ്പ് ഉണ്ടെങ്കിലും വരിക്കാൻ, അവിടെയുള്ള വലിയൊരു മതിൽ ഇടിഞ്ഞു വീണിയപ്പോ ഇവർ 3 പേരും ഇങ്ങനെ ആ ഖബറുകളിൽ ഇങ്ങനെ ഇരുന്നിരുന്നതായി കണ്ടതായി മുഅ്ജമുൽ ബുൽദാൻ എന്ന കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ആ ഖബറിന് എത്ര മഹത്വം ഉണ്ടാവും? ബഹുമാനപ്പെട്ട നഫീസ ബീബി റളിയല്ലാഹു അൻഹാ അവിടുന്ന് റബ്ബിനോട് പറഞ്ഞു, റബ്ബേ, ഈ കല്ലിൽ ബഹുമാനപ്പെട്ട എൻ്റെ ഉപ്പൂപ്പ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പാദസ്പർശനം ഏറ്റപ്പോ ഇതിന് ഇത്ര മഹത്വമുണ്ടെങ്കിൽ അവിടുത്തെ ശരീരം സ്പർശിച്ച മണ്ണിന് എത്രയുണ്ടാകും? അതുകൊണ്ട് എനിക്ക് അവിടെയൊന്ന് സിയാറ ചെയ്യാൻ അവസരം നൽകണം അല്ലാഹ്. മഹദിയായ നഫീസ ബീബി റളിയല്ലാഹു അൻഹാ മഹദി അവറുകൾ അവിടുന്ന് അങ്ങ് ദുആയിരക്കുന്നു. അങ്ങനെ ബഹുമാനപ്പെട്ടവര് ദുആയിരന്ന് അങ്ങനെ പോയി ഇബ്രാഹിം നബിയുടെ ഖബറിന്റെ അടുക്കൽ പോയി സിയാറ ചെയ്തു. അവിടുന്ന് പറഞ്ഞു, ഐ ജദ്ദി, എൻ്റെ പ്രിയപ്പെട്ട ഉപ്പൂപ്പ, ഔസുനി, എനിക്കൊന്ന് വസിയ്യത്ത് ചെയ്തു തരണം എന്ന് പറയുമ്പോ അവിടുന്ന് പറഞ്ഞു, യാ ബുനയ്യത അലൈകി ബിസൂറത്തി സൽസല വലാ തുസൽസിലു ഖൽബകി. മോളേ, ഇദാ സുൽസിലത്തി സൂറത്ത് ഓതിക്കോ, മനസ്സ് പതറാതിരിക്കാൻ, അറ്റാക്ക് വരാതിരിക്കാൻ, വസ്വാസ് വരാതിരിക്കാൻ ഏറ്റവും നല്ല മാർഗമാണ് ഒരു 4 പ്രാവശ്യം ഇദാ സുൽസിലത്തി ഓതല്. എന്തേലി അന്നഹാ തഅദിലു റുബ്ഉൽ ഖുർആൻ. ഖുർആൻ 1/4 ഭാഗം ഖത്തം ഓത്ത് കൂലിയാണ് ഒരു സുൽസിലക്കുള്ളതെങ്കിൽ 4 പ്രാവശ്യം ഒരാൾ ഒരു ദിവസം പാരായണം ചെയ്താൽ ഒരു ഖത്തം തീർത്തതാ. 3 ഖുൽ ഹുവല്ലാഹു ഓതിയാൽ ഒരു ഖത്തം തീർത്ത പ്രതിഫലമാ ഖാല റസൂലുള്ളാഹി. പളാവൊരു ഉമ്മാമ പറഞ്ഞത്, ഇന്ന് വയല് കേട്ടത് മുതലായി. എന്തേ
ഞാൻ എൻ്റെ മോളെ പ്രസവം ശരിയാകാൻ വേണ്ടിയിട്ട് നഫീസ ബീവിൻ്റെ മേൽ കത്ത നീർച്ചയാക്കിയിരുന്നു. അവിടെ തന്നെ ഇരുന്ന് കത്തം തീർത്ത് 3 കുലുഹല്ല ഓതി കെയ്ച്ചിലായിരുന്നു. കെയ്ച്ചിലാവൂല, അതിനക്കത്തം തന്നെ വേണം. എന്താ അതിൻ്റെ ബെനിഫിറ്റ്? ഇദാ സുൽസിലത്തിൻ്റെ മനസ്സിൽ ആവശ്യമില്ലാത്ത തോന്നലുകൾ ഉണ്ടാവില്ല. ഇപ്പൊ പലപ്പോഴും ഉള്ളൊരു പ്രശ്നമാണ് ഇങ്ങനെ തോന്നലാത്തുകൾ, പല വിധത്തിലുള്ള തോന്നലുകൾ, തെറ്റിദ്ധാരണകൾ. അത് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും, ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും. ഇപ്പോൾ ഒരാൾക്ക് ഇങ്ങനെ തോന്നുക, കട്ടിലുമ കിടക്കുമ്പോൾ താഴെ ആരെങ്കിലും കിടക്കുന്നുണ്ടോ എന്ന് ഇങ്ങനെ എത്തി നോക്കുന്നുണ്ട് ഇടക്കിടക്ക്. ആരുമില്ല, വെറുതെ തോന്നുക ഇങ്ങനെ ഉണ്ട് എന്ന് തോന്നുന്നു. അവസാനം കട്ടിലിൻ്റെ താഴെ പോയി കടന്നു. ഇനി ആ തോന്നൽ മാറാൻ വേണ്ടി അപ്പോൾ സംശയം, ഊട് വിളിച്ചാരെങ്കിലും മൂള് കിടന്നു വീണോ, ഊൾക്ക് മേപ്പിട്ട് ഇങ്ങനെ കയറി വെക്കുക. അപ്പോൾ ഇതൊരു അസുഖമാണെന്ന് തിരിച്ചു കഴിഞ്ഞാൽ ഡോക്ടറെ കാണാൻ വേണ്ടി പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതൊരു ഭയങ്കര ഇതാണ്, അതിന് 6 മാസം ചികിത്സിക്കണം, എല്ലാ ആഴ്ചയും വരണം, ഒരു വരവിൽ 500 റുപ്യാണെന്ന് പറഞ്ഞു. അപ്പം ഇവർ കണക്കൂട്ടി നോക്കുമ്പോൾ 13,000 റുപ്യ ചിലവായി. അതാവില്ല. അങ്ങനെ കുറേ കാലം കഴിഞ്ഞു. ഇയാൾ ഈ ഡോക്ടറെ വേറെ സ്ഥലത്ത് ഇങ്ങനെ കണ്ടു. നിങ്ങളെ അസുഖം എങ്ങനെയുണ്ട് ചോദിച്ചു. അസുഖമൊക്കെ അപ്പം തന്നെ മാറിയെന്ന് പറഞ്ഞു. എങ്ങനെ മാറിയത്, ആരാ മാറ്റിയത് എന്ന് ചോദിച്ചു. അത് ഞങ്ങളവിടുത്തെ ഒരു ആശാരി മാറ്റി തന്നു പറഞ്ഞു. ഈ ആശാരി ഇത്ര മനോരോഗ വിദഗ്ധനോ, എന്തെങ്കിലും കൊടുത്തത് ചോദിച്ചു. ആകെ 100 റുപ്യ എടുത്തുള്ളൂ പറഞ്ഞു. നിങ്ങൾ ചികിത്സ പറയുന്നത് നിങ്ങൾ 13,000 റുപ്യ പറഞ്ഞു. ഇത് ആകെ 100 റുപ്യ ഉണ്ട്, അസുഖം മാറ്റി തന്നു പറഞ്ഞു. എങ്ങനെ അസുഖം മാറ്റിയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ കിടക്കണ കട്ടിലിൻ്റെ 4 കാലുകൾ മുറിച്ചിട്ട് പറഞ്ഞു. പിന്നെ താഴെ ആരെങ്കിലും കിടക്കാന്നുള്ള ആ ഒരു ബേജാറുണ്ടാവില്ലല്ലോ. അപ്പം അങ്ങനെ തോന്നല്, ആവശ്യമില്ലാത്ത ഒരുത്തനെ തന്നെ നനച്ചിരുന്നാൽ വരുന്നതൊക്കെ അതെന്ന് തോന്നുന്ന അങ്ങനെ തോന്നല്. ഇപ്പൊ ഒരു പെണ്ണ് ജിന്നിനെ കണ്ടു പേടിച്ചു, ഭയങ്കര പനിയായി, ആകെ തൂഫാനായി, എവിടേക്കെ കൊണ്ടുപോയി മന്ത്രിച്ചു, ഡോക്ടറെ കാണിച്ച് അങ്ങോട്ടാക്കി, സൈക്കാട്രിസ്റ്റിനെ കാട്ടി അങ്ങോട്ടാക്കി ഇങ്ങോട്ടാക്കി, ഭയങ്കര സംഭവം മാറി. പിന്നെ അടുത്ത മാസം നോക്കുമ്പോഴും അതാ ജിന്ന് പള്ളിത്തൊടുക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് പോയി നോക്കുമ്പോൾ എന്താ, കരിമ്പനെ കുറ്റിമേ ഉസ്താദ് തുണി അലക്കാൻ വേണ്ടിയിട്ടാണ്. അത് ലാവെളിച്ചത്ത് കണ്ടിക്കുകയാണ്. എന്നിട്ടാണ് ഈ ജിന്ന് അറിയണത്. അപ്പൊ അജാതി തോന്നലാത്തുകൾ, തെറ്റിദ്ധാരണകൾ ഒരാളിൽ തെറ്റിദ്ധരിക്കാൻ പാടില്ല എന്നാണ്. ഒരാളിൽ തെറ്റിദ്ധരിക്കാൻ പാടില്ല. പൂച്ചനെ വരെ തെറ്റിദ്ധരിക്കരുത് എന്നാണ് ഫത്ഹുൽ മുഈനിലുള്ളത്. പൂച്ച ഒരു ചത്ത എലിയുമായി ഇങ്ങനെ പോയി, ആ പൂച്ച ആ എലി കഴിച്ച് കുറെ കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ പൂച്ച ഇങ്ങനെ വന്നു. അങ്ങനെ സിറ്റൗട്ടിലെ ഒരു ബക്കറ്റ് വെള്ളത്തിൽ തലട്ടാൽ അതുകൊണ്ട് ഉതുർക്കാൻ പറ്റുന്നതാണ്. എന്ത്, ഈ പൂച്ച അപ്പുറത്ത് പോയി വായ ശുദ്ധിയാക്കി വന്ന് തലയിട്ടതായിരിക്കാം എന്ന് ഈ പൂച്ചയെക്കുറിച്ച് നല്ല വിചാരമാണെന്നാണ്. പൂച്ചപ്പോ എലിനെ തിന്നാലും നാരങ്ങ സോഡ കുടിച്ചോ, പുൽച്ചാർജ് സോഡ കുടിച്ചോ? ഇല്ലല്ലോ. അപ്പൊ എന്താണ്, ഒരാൾ തെറ്റിദ്ധരിക്കരുത്. വെറുതെ ആവശ്യമില്ലാതെ നമ്മൾ ഇങ്ങനെ ഊഹിക്കുക, അങ്ങനെ ഊഹിച്ചാൽ അത് അങ്ങനെ ആയിരിക്കാം, അങ്ങനെ ആയിരിക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കാം, ഇങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെയുമല്ല, എന്നിരുന്നാലും തന്നെയുമല്ല. ഇങ്ങനെ ആലോചിക്കും, എന്താലോചിക്കും? റബ്ബ് വരക്കും, നമ്മൾ നടക്കും. ഇതല്ലേ ദുനിയാവിൽ നടക്കുന്നത്. റബ്ബ് വരക്കും, നമ്മൾ നടക്കും. അതേത് കാര്യം അങ്ങനെയാണ്, ഏത് വിഷയവും അങ്ങനെയാണ്. അള്ളാഹുവിന്റെ തീരുമാനം, ആ തീരുമാനത്തിനനുസരിച്ച് പടപ്പുകൾ നടക്കുക എന്നുള്ളതല്ലാതെ അതിൻ്റെ അപ്പുറം ഒരു തീരുമാനം ആരെന്ത് വിചാരിച്ചിട്ടും കാര്യമില്ല. അതാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, വഅലം അന്നൽ ഉമ്മത ഖദ് ഇജ്തമഅത് അലാ അൻ യൻഫഉക ലാ യൻഫഉക ഇല്ലാ ബിമാ കതബല്ലാഹു ലക്. ഈ ലോകത്തുള്ള കോടിക്കണക്കിന് 700 കോടിയിലധികം വരുന്ന ജനവിഭാഗങ്ങൾ നിനക്കൊരു ഗുണം ചെയ്യണം എന്ന് തീരുമാനിച്ചു. റബ്ബ് തീരുമാനിച്ചിട്ടില്ലെങ്കിൽ നടക്കൂല. വഅലം അന്നൽ ഉമ്മത ഖദ് ഇജ്തമഅത് അലാ അൻ യദുറുക ലാ യദുറുക ഇല്ലാ ബിമാ കതബല്ലാഹു ലക്. ഈ ലോകത്തുള്ള ആളുകൾ മുഴുവനും നിന്നെ ദ്രോഹിക്കണം എന്ന് തീരുമാനിച്ചാൽ അള്ളാഹുവിന്റെ തീരുമാനമില്ലെങ്കിൽ ഒരു ചുക്കും നടക്കൂല. എന്ത് NRC വന്നിട്ടും കാര്യമില്ല, CAA വന്നിട്ടും കാര്യം, അള്ളാഹുവിന്റെ തീരുമാനമാണ്. ആ നിലക്കായിരിക്കണം പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ ചിന്തിക്കേണ്ടത്. ഇദാ സുൽസിലത്തി ഓതിയാൽ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട്. അറ്റാക്ക് ഉണ്ടാവാതൊക്കെ ദിവസം ളുഹ നിസ്കരിച്ച് 4 ഓതുന്നത് വളരെ നല്ലതാണ്. സുബഹിന്റെ സുന്നത്തിന്റെ ശേഷം വലത്തെ കൈ ഇടത്തെ ഭാഗത്ത് വെച്ച് യാ ഖവിയ്യു യാ അല്ലാഹ്, യാ ഖവിയ്യു യാ അല്ലാഹ് 116 പ്രാവശ്യം ചൊല്ലിയാൽ ഹൃദ്രോഗം വരാതിരിക്കാനും വന്നത് പോകാനുമുള്ള ആത്മീയ പരിഹാരം. ഏതാ പറഞ്ഞത്? ഒന്നും പറഞ്ഞിട്ടില്ലേ? ഏത് ദിക്റാണ്? യാ ഖവിയ്യു യാ അല്ലാഹ്. എത്ര വട്ടം ചെല്ലേണ്ടത്? 116 വട്ടം ചൊല്ലുക. അങ്ങനെ ചൊല്ലിയ എന്താ ഉണ്ടാകുക? എന്താ ഉണ്ടാകുക? ഹൃദ്രോഗത്തിനും പ്രതിവിധിയാണ്. സുബഹിന്റെ സുന്നത്തിന്റെ ശേഷം ടൗണിലെ ഓട്ടോറിക്ഷയും 6-8 അറ്റാക്കും എപ്പോഴാ വരിക എന്നുള്ളതും തിരിയുക എന്നുള്ളതും അറിയില്ല എന്നാണ്. പെട്ടെന്ന് തിരിയല്ലോ ഈ ഓട്ടോറിക്ഷയ്ക്ക്. ഇൻഡിക്കേറ്റർ ഒന്നുമില്ല. ആരെങ്കിലും കയ്യട്ടിയാൽ കയ്യട്ടിന്ന് തോന്നിയാൽ മതി, ഒറ്റ തിരിച്ചാൽ തിരി.
അല്ലേ? അറിയില്ല. അതേപോലെ അറ്റാക്ക്. ഇന്ന് വൈകുന്നേരം 6:10 എനിക്കൊരു അറ്റാക്ക് വരുന്നുണ്ട്, ഇന്ന് രാവിലെ വല്ല അലാറം അടിച്ചോ? ഇല്ല. അള്ളാഹു നമുക്ക് കാവൽ നൽകട്ടെ. അപ്പൊ അതിനൊക്കെയുള്ള പരിഹാരമുണ്ട്, പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ചിട്ട, അതിൽ സമയനിഷ്ഠ വളരെ പ്രധാനമാണ്. പ്രിയപ്പെട്ട ഉമ്മമാരെ, നിസ്കാരത്തെ നമ്മളെ സമയത്തേക്ക് കൊണ്ടുവരാതെ നിസ്കാരത്തിന്റെ ടൈമിക്ക് നമ്മൾ അങ്ങോട്ട് പോകണം. അത് പറയാൻ കാരണേ, ഈ ളുഹറിന്റെ സമയത്ത് ചിലപ്പോൾ 1 മണിക്കൂർ 2 മണിക്കാണ് അലക്കാൻ പോകുക. അങ്ങനെ അലക്കാൻ പോയിട്ട്, ഇവിടുത്തെ പെണ്ണുങ്ങളെ പറ്റിയിട്ടല്ല കേട്ടോ, നാളെയും പരിപാടിക്ക് വരണല്ലോ. പിന്നെ അങ്ങനെ പോയിട്ട് ഒരു 4 മണിക്കാണ് അസറെങ്കിൽ 3:50 കുളിച്ചു വരും. ഇങ്ങോട്ട് എളുപ്പം അങ്ങോട്ട് അസർ സ്കെച്ചിട്ട് മമ്പുറത്ത് പൈസക്ക് ഇരിക്കണമായിരിക്കും, അവിടെ തന്നെ നിസ്കാരം കുപ്പായിട്ടിട്ട് അവിടെ ഇരിക്കും. എന്നിട്ട് എളുപ്പം അങ്ങോട്ട് അസറും നിസ്കരിക്കും. ഒടുകൂല വക്തിനും ളുഹറും, ആദ്യ വക്തിന് അസറും. എന്ത് സംഭവം? അത് വക്തിന് നിസ്കരിക്കണം. ഏതൊരു നിസ്കാരത്തിൻ്റെയും സമയം 3 രൂപത്തിലാണ്. ഇപ്പോ ആവറേജ് ടൈം ളുഹറിന്റെയും അസറിന്റെയും 210 മിനിറ്റാണ്. സൺ ഡിക്ലനേഷൻ അനുസരിച്ച്, സൗര വ്യതിയാനം അനുസരിച്ച് ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ടാവും. 210 ചുരുങ്ങും ചെയ്യും, കൂടും ചെയ്യും. അപ്പൊ 210 ഇപ്പൊ ഏകദേശം 220 മിനിറ്റ് ഉണ്ട്. ഈ 210 മിനിറ്റിനെ 3 ആക്കുമ്പോൾ 70 മിനിറ്റ്. ആദ്യ 70 മിനിറ്റിന് ഫളീലത്തിന്റെ വഖത്ത് എന്നാ പറയാം. രണ്ടാമത്തതിന് ഇഖ്തിയാറിന്റെ വഖത്ത് എന്നാ പറയാം. മൂന്നാമത്തത് കറാഹത്തിന്റെ വഖത്ത് എന്നാ പറയാം. ആദ്യ വഖത്തിലാണ് നിസ്കരിക്കേണ്ടത്. മഗ്രിബി ആകെ ഉണ്ടാകുക 68 മിനിറ്റാണ്. അഥവാ ആദ്യ 21 മിനിറ്റിന്റെ ഉള്ളിൽ നിസ്കരിക്കണം മഗ്രിബി. സുബഹി ഉണ്ടാവുക 76 മിനിറ്റാണ്. അഥവാ ആദ്യ 25 മിനിറ്റിന്റെ ഉള്ളിൽ സുബഹി നിസ്കരിക്കണം എന്നർത്ഥം. അരമണിക്കൂറൊക്കെ ഉണ്ടാവില്ല ചിലപ്പോൾ ജമാഅത്തിന്, ചില പള്ളിയിലൊക്കെ ഉണ്ടാവില്ല. 5 മിനിറ്റൊക്കെ ഉണ്ടാവില്ല ജമാഅത്തിന് വേണ്ടി. അങ്ങനെ നിസ്കരിക്കണം എന്നാ ഒടുവിലെ കറാഹത്തിന്റെ വക്കത്തിനെ കുറെ ആൾക്കാർ നിസ്കരിക്കുക. നമ്മളെ നിസ്കാരം കിട്ടായിട്ട് അള്ള ടെൻഷനായിരിക്കാണല്ലോ. ഓരോ നിസ്കാരം അങ്ങനെ കണ്ട അങ്ങനെ തോന്നുക. അപ്പൊ പണ്ട് ബനു ഇസ്രായേലിൽ 2 ആളുണ്ടായിരുന്നു. ഈ ബനു ഇസ്രായേലിലെ 2 ആളിൽ ഒരാൾ നല്ല ഇബാദത്താ. ഒരു വീടിന്റെ തട്ടുംപുറത്താണ് ജ്യേഷ്ഠൻ, അനുജൻ താഴെയാണ് കിടക്കുക. കാരണം അനുജൻ കള്ളുടിച്ച് വീലായിട്ട് വന്നിട്ട് ഇങ്ങനെ അപ്പുറത്ത് ഇങ്ങനെ വന്നിങ്ങനെ അവിടെ ഇങ്ങനെ. ജ്യേഷ്ഠനാണെങ്കിലോ രാത്രി മുഴുവനും നിസ്കരിക്കുക. അങ്ങനെ നിസ്കരിക്കുമ്പോൾ ഇബിലീസിന് തോന്നി ഇവലൊന്ന് പറ്റിക്കണം. ഇബിലീസ് ലഅനത്തുല്ലാഹി അലൈഹിക്ക് മനുഷ്യന്മാര് നന്നാവുന്നത് കണ്ടുകൂടല്ലോ. അത് സംഭവം അങ്ങനെ. ഇപ്പൊ ഒരാൾ ഇബിലീസ് എന്ന് കേട്ടാൽ ലഅനത്തുല്ലാഹി അലൈഹി എന്ന് പറയുന്ന ബനു ഇസ്രായേൽ ഒരാളുടെ ഇബിലീസ് എന്ന് കേൾക്കുമ്പോഴേക്ക് ലഅനത്തുല്ലാഹി അലൈഹി. അയാൾ ഒരു മരത്തിന്റെ തൊട്ട് കിടക്കുമ്പോൾ മരം അയാളെ മേലെ പുഴങ്ങി വീഴാൻ പുറപ്പെട്ടോട് കൂടി ഇബിലീസ് വന്ന് തടുത്തു. നമ്മളെ കുറ്റം പറഞ്ഞ് ചീത്തറിന് പോണ ഒരാൾ അരിച്ചാലിക്ക് വൈക്കോട്ട് പോണാൽ അവിടെ കിടക്കണം, നമുക്ക് അറിയില്ലേ. ഇതങ്ങനെയല്ല. ഇബിലീസിന് മൂർദാവാന്ന് വിളിക്കുന്ന ആളെ മേലെ ഇതിന് മരത്ത് വീടിനോട് കൂടെ പോയിട്ട് ഇങ്ങനെ തടുത്തിട്ട് ഈശോടെ ഉത്തരവാദിത്തല്ലേ, ഇവിടെ കിടക്കുക, വരെ പോയി കിടക്കുക എന്നിട്ട് ഇയാളെ ഉണർത്തുക. അപ്പോ ഉണർത്തുന്ന സമയത്ത് ഇയാൾ രക്ഷപ്പെട്ടു. പഠിച്ചോനെ, എന്റെ മേലെ വീഴുന്ന മരത്തിനെ ഇയാൾ രക്ഷപ്പെടുത്തിയാലോ, നിങ്ങൾ ആരാന്ന് വെച്ചു. ആന ഇബിലീസ്. ഇജാ മൂർദാവാന്ന് വിളിക്കണ ഇബിലീസാടോ ഞാൻ പറഞ്ഞു. അപ്പോഴും ലഅനത്തുല്ലാഹി അലൈഹി എന്ന് ഉറക്കെ പറഞ്ഞു. അപ്പൊ പതുക്കെ പറയണ്ടേ, രക്ഷപ്പെടുത്തിയതല്ലേ ഞങ്ങൾക്ക് ഉറക്കെ പറഞ്ഞു. ഇങ്ങോട്ട് ചോദിച്ചു, അല്ല എന്ത് ഞാൻ ഇങ്ങനെ പറയണല്ലോ, എന്നിട്ട് എന്റെ മേലെ തള്ളിയിടാതെ വന്ന് തടുത്തതെന്ന് വെച്ചു. അപ്പൊ പറഞ്ഞു ഇബിലീസ്, ഇജ്ജ അതിന്റെ ചോട്ടോട്ട് മരിച്ചാൽ എനിക്ക് ഷഹീദിന്റെ കൂലിയാണ്, ഇജ്ജിപ്പോ പെയ്ക്കോ എന്റെ ഇസ്കാരം വെച്ചാൽ അതാ ഓടുന്ന. അപ്പൊ അങ്ങനെയാണ് അതിന്റെ സംഭവങ്ങൾ അല്ലേ. അപ്പൊ ഇബിലീസ് ഈ നിസ്കരിക്കുന്ന ജ്യേഷ്ഠന്റെ അടുത്ത് പോയിട്ട് അയാളെ പേപ്പിക്കാൻ വേണ്ടി പോയിട്ട് വലിച്ചിട്ടിട്ട് കാര്യമില്ലല്ലോ. നല്ല ഉഷാറായിട്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഉഷാറായിട്ട് കയ്യട്ടി കണ്ണങ്ങൾ ചിമ്പിയിട്ട് വലല്ലാലിയും പറയുമ്പോൾ കാലക്കൊന്നറ പൊന്തിച്ച് അങ്ങനെ വളരെ ഇഖ്ലാസോട് കൂടെയാണ് നിസ്കാരം. അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞപ്പോൾ ഇയാളടുത്ത് പോയിട്ട് ഇബ്ലീസിന്റെ കൈ പിടിച്ച് മുത്തി, നിങ്ങൾ ദ്വാരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ദ്വാരിക്കാം, എൻ്റെ അഞ്ചൻ്റെ പോലെ ആകരുത്, ഇങ്ങനെയുള്ള ഈ ഇബാദത്ത് ഇങ്ങനെ കൂട്ടണം. അപ്പോൾ ഞാൻ കൂട്ടാം ഇൻഷാ അല്ലാഹ്, ആയിക്കോട്ടെ. പിന്നെ ഇബ്ലീസ് പറഞ്ഞു, നാളെ എൻ്റെ അഞ്ചൻ വരും മേശറിയിൽ, ഇജ്ജും വരും മേശറിയിൽ ഇല്ലേ? വരും.
പിന്നെ എൻ്റെ ദോഷം പൊറുക്കാൻ വേണ്ടി അള്ളാഹു താല എന്നെ വിളിക്കുമ്പോൾ അനക്ക് ഒരു ദോഷം ഇല്ലെങ്കിൽ വിളിച്ച അള്ളാഹ്ക്കൊരു മാനക്കേടല്ലേ. അതുകൊണ്ട് ഇജ്ജ് ഒരു ദോഷമൊക്കെ ചെയ്യാൻ എനിക്ക്, എന്നാലല്ലേ മാസറിയിൽ പൊറുക്കാൻ ദോഷം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഇജ്ജ് ദോഷം ചെയ്തിട്ട് എന്തെങ്കിലും ദോഷം ചെയ്തിട്ട് വന്നോ, എന്നിട്ട് ഈ ബാധത്ത് എടുത്തു പറഞ്ഞു. അപ്പം ഇയാൾക്ക് തോന്നി ശരിയാണല്ലോ, ഈ ദോഷം ചെയ്യുക അവിടെ ആഹ്റത്തിൽ വിളിച്ചുമ്പോൾ അങ്ങനെ തന്നെയാണല്ലോ. ചിലപ്പോൾ തോന്നലുകൾ അങ്ങനെ ഉണ്ടാകുമല്ലോ. അപ്പോൾ ഭ്രാന്തന്മാരെ കാണാൻ വേണ്ടി ഒരാൾ കുതിരവട്ടത്ത് പോയപ്പോൾ ഭ്രാന്തന്മാരൊക്കെ മണ്ടിട്ടുണ്ട് പറഞ്ഞു. അപ്പോൾ ഒരാൾ പിന്നിലുണ്ട് ഹാഫ് കിക്കായിട്ട്. അപ്പോൾ എന്താ അവരൊക്കെ മണ്ടെന്ന് ചോദിച്ചപ്പോൾ ഞാനൊരു പുള്ളി പറഞ്ഞാണ് അവിടെ ബിരിയാണി കൊടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞതാണ് പറഞ്ഞു. കുറച്ച് എനിക്ക് ഓനും മണ്ടൽ തുടങ്ങി. അപ്പോൾ എന്ന് വെച്ചാൽ എന്തേന്ന് ചോദിച്ചപ്പോൾ അഥവാ കൊടുക്കുന്നുണ്ടെങ്കിലോ ഓനങ്ങനത്ത് ഓടിക്കാൻ. അപ്പോൾ ഇയാൾക്ക് അങ്ങനെ ഒരു തോന്നൽ വന്നു, ഇയാൾ തെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് താഴത്തേക്ക് ഇറങ്ങാം. അങ്ങനെ തെറ്റ് ചെയ്യാൻ വേണ്ടി താഴത്തേക്ക് ഇറങ്ങുമ്പോൾ അനുജന് അന്ന് സംഗതി കിട്ടിയിട്ടില്ല. അപ്പം അഞ്ചങ്ങനെ ചിന്തിച്ചു, പടച്ചോനെ എൻ്റെ ജ്യേഷ്ഠന് ഇബാദത്തെടുത്ത് അങ്ങനെ പോകുമ്പോൾ ഞാനൊരു കേടിയായി പോയാലോ, ഞാൻ ഇനി നന്നാകുകയാണ്, എൻ്റെ ഏട്ടൻ്റെ അടുത്ത് പോയിട്ട് 2 റക്അത്ത് നിസ്കരിക്കട്ടെ എന്നുള്ള നിലയ്ക്ക് ഇവൻ മേലേക്ക് കയറിയാണ് എന്ത് നന്നാകാൻ വേണ്ടിയിട്ട്. മറ്റയാളോ ഒരു ദോഷമെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ അള്ളാഹ്ക്കൊരു മോശമല്ലേ എന്നുള്ള നിലയ്ക്ക് ഒരു ദോഷം ചെയ്യാൻ വേണ്ടിയിട്ട് താഴത്തേക്ക് ഇറങ്ങുക. അങ്ങനെ ഒരാൾ ഇറങ്ങണു, ഒരാൾ കയറണു. കയറുന്നത് ഇറങ്ങണ ആളും അറിഞ്ഞില്ല, ഇറങ്ങണത് കയറുന്ന ആളും അറിഞ്ഞില്ല. രണ്ടാളും എന്തായി, കൂട്ടിമുട്ടി താഴത്തേക്ക് വീണു, ആണ് മരിച്ചു. തൗബ ചെയ്യണം എന്ന ഉദ്ദേശത്തോടു കൂടെ ആ ചെയ്ത അനുജൻ സ്വർഗത്തേക്ക്, 70 കൊല്ലം ഇബാദത്ത് മാത്രം ചെയ്ത ഇവൻ നരകത്തേക്കും. ഒരവസ്ഥ ആലോചിച്ച് നോക്കി നിങ്ങൾ. അവ നമ്മുടെ ചിന്തയും നമ്മുടെ സംഭവങ്ങളും അതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. സമയം വളരെ വിലപ്പെട്ടതാണ്. അങ്ങനെ ആവാസ നിഷ്ഠ വേണം, ആത്മീയ നിഷ്ഠ വേണം, ആചാരനിഷ്ഠ വേണം. അതുപോലെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, തേനീച്ചയുടെ ഒരു പ്രത്യേകതയാണ് അൽ വഹദ. നല്ല ഐക്യമുള്ള ജീവിയാണ്. 60,000 മുതൽ 1,10,000 വരെ ഈച്ചകൾ മിഡിൽ ലെവലിലുള്ള കൂടുകളിൽ ഉണ്ടാണ് എന്ന് കണക്ക്. ആ തേനീച്ചകൾ ഒരു കൂട്ടിൽ 60,000 ആളുകൾ താമസിക്കുന്നതിന് ഒരു ഈച്ചക്കും ഒരു കുഴപ്പവും ഇല്ല. ഇത് ഒരു ജ്യേഷ്ഠനുണ്ട്, ഒരു അനുജനുണ്ട്, മൂന്നാമത്തെ ഒരു അനുജനുണ്ട്. അങ്ങനെ ആദ്യത്തെ ആള് കല്യാണം കഴിച്ചു, രണ്ടാമത്തെ ആള് കല്യാണം കഴിച്ചു. അപ്പോഴേക്ക് വീട്ടിൽ പല നിലക്കുമുള്ള പ്രശ്നമായി. ഒരാൾ ഓട്ടോറിക്ഷ ഓടുന്നവനാണ്, ഒരാൾ ഗൾഫിലാണ്. ഗൾഫിലുള്ള ആളെ ഭാര്യയോട് അമ്മായിമ്മക്കൊരു പ്രത്യേക സ്നേഹം, ഓട്ടോറിക്ഷക്കാരന്റെ ഭാര്യനോടോ വല്ലൊരു സ്നേഹവുമില്ല. ഗൾഫിലുള്ള ഭാര്യന്റെ കയ്യിൽ നിന്ന് ഗ്ലാസ് അങ്ങ് പൊട്ടിയാൽ അത് അള്ളാഹുവിന്റെ ഖളാ, റബ്ബ് വിധിക്കും, നമ്മൾ നടക്കും. എന്നാൽ ഓട്ടോറിക്ഷക്കാരന്റെ പെണ്ണിന്റെ കയ്യിൽ നിന്ന് ഗ്ലാസ് വീണാലോ മുടിയന്തരം മുസീബത്ത്. ഒന്ന് അള്ളാന്റെ ഖളാ ആയിരിക്കും, ഒന്ന് മുസീബത്തുമായിരിക്കും. എങ്ങനെയാണ് ഉമ്മ ഈ വ്യത്യാസം വന്നത്? ഐക്യമാണ് നമ്മുടെ വീട്ടിൽ വേണ്ടത്, സാഹോദര്യമാണ് വീട്ടിൽ വേണ്ടത്. ഒരു പിതാവ് ഒരു മാതാവും ഒരിക്കലും മറ്റുള്ളവരെ വേർതിരിച്ച് കാണരുത്. ഒരു പിതാവും അങ്ങനെ കാണരുത്. എല്ലാവരെയും ഒറ്റ കണ്ണോടുകൂടെ കാണാൻ ശ്രമിക്കണം. അങ്ങനെയാണ് ജീവിതം നയിക്കേണ്ടത്. വഹദ, ഐക്യം, എല്ലാവരെയും ഉൾക്കൊള്ളുക. ആളുകൾ പലരും പല രൂപത്തിലായിരിക്കും. ഹദീസിലുണ്ട്, ചിലർ ചൂടുള്ള പ്രകൃതിയായിരിക്കും, ചിലർ തണുപ്പുള്ള പ്രകൃതിയായിരിക്കും, ചിലർ ഭയങ്കര ഗൗരവമായിരിക്കും. ഇപ്പൊ നോക്കി നോക്കൂ, ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ് സോഫ്റ്റാണ്, പാവാണ്, വളരെ സാധുവാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണെങ്കിലോ ഭയങ്കര ഗൗരവമാണ്. രണ്ടും വേണം. ഒരു പള്ളിക്ക് 2 ഉസ്താദ് ഉണ്ട്, 2 ഉസ്താദും സാധുക്കളാണെങ്കിൽ കുട്ടികൾ ഇങ്ങനെ പോകില്ലേ? മാനല്ല. ഒരാൾ കുറച്ച് സ്ട്രോങ് വേണം, ഒരാൾ കുറച്ച് സോഫ്റ്റ് ആണ്. അങ്ങനെയാണ് അതിന്റെ സംഭവങ്ങൾ. ഏത് മേഖലയിലും പ്രസിഡന്റും സെക്രട്ടറിയും ഭാവാകാൻ പാടില്ല. ഒരാൾ കുറച്ച് ഉഷാറ് വേണം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഒരാൾ ഉമർ ഖത്താബ് ആകണം റളിയല്ലാഹു അൻഹു. എന്നുവെച്ചാൽ നീതി എല്ലാം ചിട്ട വളരെ കൃത്യമായിരിക്കണം. പലരും ഉണ്ടാവും. മോനെ, പണ്ടൊരു മത്സരം നടന്നു, ആമിമായാലും. ആരാ ജയിച്ച്? ആമ അല്ലേ? ആമ ജയിച്ചു. ശരിക്കും ജയിച്ചത് മുയലാന്നാ പറയണത്. റഫറി തമിഴ്നാട്ടുകാരനായിരുന്നു. അപ്പോൾ സണ്ടാങ്കരയിൽ ആരെ ചോദിച്ചപ്പോൾ ആമ ജയിച്ചു ചോദിച്ചപ്പോൾ മുയൽ ജയിച്ചു ചോദിച്ചപ്പോൾ ആ മാറുന്നത്രേ. അപ്പോൾ ഇവരുടെ വിചാരം എന്താണ്? ആമേനെ നേരിട്ട് ആമക്ക് സമ്മാനം കൊടുത്തു എന്നാണ് പറയുന്നത്. രണ്ടാമതൊരു മത്സരം നടത്തി. ആ മത്സരം നടത്തിയപ്പോൾ എന്തുണ്ടായി അറിയോ? രണ്ടാളോട് മുയൽ തീരുമാനിച്ചു ഇനി പോയിന്റിൽ എത്തിയിട്ടേ നിൽക്കുള്ളൂ. ഒരൊറ്റ ഓട്ട. ആ തലക്കെത്തിയപ്പോൾ ഒരു പുഴ, അതിൻ്റെ അപ്പുറത്താ പോയിന്റ്. അതിൽ മുയൽ ഇവിടുന്ന് ഇങ്ങനെ നൊളിച്ചുമ്പോൾ ആമ ഇങ്ങനെ വന്നു പറഞ്ഞു. അങ്ങനെ
വന്നപ്പോൾ എന്താ സംഭവം എന്ന് ചോദിച്ചു. എനിക്ക് അക്കരെ കടക്കാൻ കഴിയൂല. അപ്പോൾ ഉടനെ തന്നെ മുയൽ പറഞ്ഞു, ആ പറഞ്ഞു ഇതിൻ്റെ പുറത്തേക്ക് പറഞ്ഞു. അങ്ങനെ ഇതിൻ്റെ പുറത്ത് കയറി അക്കരക്ക് ഇങ്ങനെ മുയലിനാക്കി എത്തിയോടുകൂടെ ചാടിയോടുകൂടെ കാലിന് പിടിച്ചു. അവിടെ കയറണം. എനിക്ക് ഓടാ അറിയാം, നീന്താ അറിയില്ല. എനിക്ക് നീന്താ അറിയാം, ഓടാ അറിയില്ല. ചില മരക്കൊക്കെ നല്ല വിദ്യാഭ്യാസം ഉണ്ടാവും. H2O ഹൈഡ്രജനും ഓക്സിജനും കൂടിയാൽ വെള്ളമുണ്ടാകുന്നു, ഇതറിയാം. പക്ഷേ അടുക്കളയിലെ പണി അറിയില്ല. പുതിയ കെട്ടിക്കൊണ്ടുവന്ന മരുകളോട് ഒരു ചായ ഉണ്ടാക്കി കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞപ്പോൾ കുക്കറിൽ വെള്ളം വെച്ചിട്ട് എത്ര വിസിലാ വെച്ചു ചായക്ക്. അപ്പോൾ അവർക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ട് അറിയില്ല. എന്നാൽ മറ്റോളാണെങ്കിലോ പത്രം മോറാനും അടിച്ചു വാരാനും അങ്ങനെ എല്ലാ പണികളും കൃത്യമായി ചെല്ലും. അപ്പൊ ഇവളി അംഗീകരിക്കുക, വിദ്യാഭ്യാസത്തിനെ ബഹുമാനിക്കുക, ഇവളി അംഗീകരിക്കുക. അങ്ങനെ ഒരു നല്ല അന്തരീക്ഷമാണ് ഇവിടെ. അതാണ് വഹ്ദ. ഞാൻ പറഞ്ഞു വന്നത് അൽ കഹ്ഫ് സൂറത്തിൽ പറഞ്ഞ 4 കാര്യങ്ങളിൽ ഒന്ന് വസ്ബിർ നഫ്സക, നിയന്ത്രണം ആണ്. ജീവിതത്തിൽ നിയന്ത്രണം ഉണ്ടായിരിക്കണം. രണ്ടാമത് മഅല്ലദീന യദ്ഊന റബ്ബഹും, ദുആയാണ്. മുഅ്മിനീങ്ങൾക്ക് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ളത് ദുആയാണ്. ബഹുമാനപ്പെട്ട അജ്മീർ ഖാജ റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് 17ാമത്തെ വയസ്സിൽ ഖുറാസാനിൽ നിന്ന് മദീന മുനവ്വറയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ശരീഫിങ്കലേക്ക് വന്ന ബഹുമാനപ്പെട്ടവർ അവിടെ മുലാസമത്തിന് വേണ്ടി തീരുമാനിച്ച് അവിടെ അങ്ങനെ അറിയാതെ അങ്ങ് മയങ്ങിപ്പോയപ്പോ അതാ ഉറക്കത്തിൽ വരുന്നു ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. മൻ റആ വജ്ഹക യസ്അദ് യാ കരീമൽ വാലിദൈനി ഹൗലുക സ്വാഫിൽ മുബറഅത് വിർദുനാ യൗമൻ നുശൂരി യാ നബി. ബഹുമാനപ്പെട്ട ഖാജ റളിയല്ലാഹു അൻഹു അങ്ങനെ മദീന മുനവ്വറയിലെ ഖബർ ശരീഫിന്റെയും മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലം റൗളയാണെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. റൗളത്തും മിൻ റിയാദിൽ ജന്ന, സ്വർഗ്ഗി പൂന്തോപ്പാണ്. അല്ലാഹുവേ, ഇടയ്ക്കിടയ്ക്ക് ആ മണ്ണിൽ പോയി മുത്തമണക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാഹ്. എന്തേ കാരണം? ലിഅന്നി മറർതു ബൈനഹുമാ മിറാറ. നബി തങ്ങളുടെ പാദസ്പർശനം ഒരുപാട് പ്രാവശ്യം കൊണ്ട മണ്ണാണ്. ആ മണ്ണതുകൊണ്ടാണ് റൗളയാകുന്നതെങ്കിൽ ആ റൗളയിൽ അജ്മീർ ശൈഖ് റളിയല്ലാഹു അൻഹു ഒന്നങ്ങ് മയങ്ങിപ്പോയപ്പോ ആരംഭപ്പൂവായ മുത്തുനബി മുഹമ്മദുർ റസൂലുള്ളാഹി ഉറക്കത്തിൽ വന്നു. കിനാവുണ്ട്, ഉറക്കിലെങ്കിലും കാണാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ വന്നപ്പോ ഒരു ലഡു കൊടുത്തു. ലഡു, നല്ലൊരു അടിപൊളി ലഡു. കാരണം ഖാജ ഷെയ്ഖിന് ഷുഗർ ഒന്നുമില്ല, പ്രമേഹമൊന്നുമില്ല. അങ്ങനെ ആ ഉറക്കിലാട്ട കിട്ടിയത് ലഡു പകുതി തിന്നു. അപ്പോഴേക്ക് തഹജ്ജുദിന്റെ വാങ്ക് കൊടുത്തു. മദീനത്തെ പള്ളിയിൽ ഇന്നുണ്ട് തഹജ്ജുദിന്റെ വാങ്ക്. ആ തഹജ്ജുദിന്റെ വാങ്കാണ് കൊടുത്തോടുകൂടെ ഞെട്ടി ഉണർന്നപ്പോ ബാക്കി കയ്യിൽ പകുതി ഉണ്ട്. നമ്മളിപ്പോ കിനാവില് ഒരു ചിക്കൻ്റെ ലെഗ് പീസ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക നിൽക്കുക, പൊരിച്ചത്. അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഉണർന്ന കയ്യിലുണ്ടാവുക. ആ മഹാന്മാരെന്ന് പറഞ്ഞാൽ അവരെ സ്വപ്നം മൂല്യമുള്ള സ്വപ്നം. ലം യബ്ഖ മിനൻ നുബുവ്വതി ഇല്ലൽ മുബശ്ശിറാത്ത് ഫഖാലു വമൽ മുബശ്ശിറാത്തു യാ റസൂലല്ലാഹ് ഖാല അർറുയ സ്വാലിഹാ ഖാല റസൂലുള്ളാഹി. മുഅ്മിനീങ്ങൾക്കുള്ള മെസ്സേജാണ് സ്വപ്നം എന്നുള്ളത്. സംഭവം അങ്ങനെ. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞ് ലഡു കൊടുത്തിട്ട് ഇന്ത്യ രാജ്യത്ത് പോയി ദീനീ പ്രബോധനം നടത്തണം. അങ്ങനെയാണ് രാജസ്ഥാനിലെ അജ്മീർ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് ബഹുമാനപ്പെട്ട ഖാജ തങ്ങളുപ്പാപ്പ വരുന്നത്.
ചരിത്രം വിശാലമാണ്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പറഞ്ഞു വന്നത് അള്ളാഹുവോടുള്ള ദുആയാണ് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചതെങ്കിൽ ഏതൊരു മുഅ്മിനായ മനുഷ്യനും എന്തും നേടിയെടുക്കാനുള്ള ആയുധമാണ്. അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ, ഒരു വിശ്വാസിക്കുള്ള ഉപകരണമാണ് ദുആ എന്ന് ഖാല റസൂലുള്ളാഹി. ഒരാൾ നബി തങ്ങളോട് ചോദിച്ചു, ഹബീബായ തങ്ങളെ, കിട്ടിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടു പോവാതിരിക്കാനും കിട്ടാനുള്ള അനുഗ്രഹങ്ങൾ കൈമോശം സംഭവിക്കാതിരിക്കാനും ബലാഉ മുസീബത്തുകളിൽ അകപ്പെടാതിരിക്കാനും ഞാൻ എന്താണ് നിർവഹിക്കേണ്ടതെന്ന് ചോദിക്കുമ്പോ അവിടുന്ന് പറഞ്ഞു, അക്മലുൽ ഹംദ് ചൊല്ലിയേക്കുക. ആദം നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ കൊടുത്തയച്ച ദിക്റാണ്, ദുആയാണ്. ഏതാണ് ആ ദുആയെന്നോ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ. ദുആ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ. എന്നും 3 പ്രാവശ്യം രാവിലെ ചെല്ലണത് കിട്ടിക്കൊണ്ടിരിക്കുന്ന നിഅമത്ത് മുറിഞ്ഞു പോകാതിരിക്കാനും കിട്ടേണ്ടുന്ന അനുഗ്രഹങ്ങൾ തടയപ്പെടാതിരിക്കാനും ബലാഉ മുസീബത്തുകളിൽ അകപ്പെടാതിരിക്കാനും ഉള്ള നല്ല സംഭവം. ഇതൊക്കെ സിമ്പിളാണല്ലോ അല്ലേ? ചെറിയ ടൈമിൽ ചെറിയ സംഭവം കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏത് മേഖലയിൽ എന്ത് ചോദിച്ചാലും അല്ലാഹു തരും. ഒന്നുകിൽ ചോദിച്ച അല്ലെങ്കിൽ ബോധിച്ച, അത് രണ്ടുമല്ലെങ്കിൽ ആഖിറമിൽ മുദ്ദഖർ. ഒന്നുകിൽ ചോദിച്ചത് അങ്ങനെ തന്നെ കിട്ടും, അതല്ലെങ്കിലോ ബോധിച്ചത് കിട്ടും. അത് രണ്ടുമല്ലെങ്കിൽ ആഖിറത്തിൽ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ടാകുമെന്നാണ് മഹാന്മാര് പറഞ്ഞതെങ്കിൽ, ഓ പ്രിയപ്പെട്ടവരെ, എന്ത് ചോദിച്ചാലും അല്ലാഹു തരും. നോക്കൂ, നിങ്ങൾ ഒരു വലിയ മഹാനാണ്, അലാഉൽ ഹളറമി റളിയല്ലാഹു അൻഹു എന്ന മഹാൻ. യാ അലീമു യാ ഹലീമു യാ അലീം, യാ അലീമു യാ ഹലീമു യാ അലീം എപ്പോഴും ദ്വാരക്കാറുണ്ട്. അങ്ങനെയാണ് ഒരു പറ്റം ആളുകൾ ബഹ്റൈൻ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് വെല്ലുവിളിച്ചു. ആ ബഹ്റൈൻ സൗദിയുടെ ഒരു ഭാഗമായ അൽ ഖോബാർ എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്ന് പാലം കാണാം, ബഹ്റൈൻ പാലം. വലിയ നീളമുള്ള പാലമാണ്. ആ നീളമുള്ള പാലത്തിന്റെ അക്കരെയാണ് ബഹ്റൈൻ സ്ഥിതി ചെയ്യുന്നത്. അവിടുന്ന് കുറച്ചാളുകൾ സഹാബത്തിൽ നിന്ന് ചില ആളുകളെ കൂട്ടിക്കൊണ്ടുപോയി ദീനീ പ്രചോദനത്തിന് എന്ന് പറഞ്ഞ്, എന്നിട്ട് അവിടെ തടവിൽ വെച്ചു. എന്നിട്ട് വിവരം വന്ന് പറഞ്ഞു, നിങ്ങളാളെ ഞങ്ങൾ തടവിൽ വെച്ചിട്ടുണ്ട്, വേണമെങ്കിൽ നിങ്ങൾക്ക് യുദ്ധം ചെയ്ത് മോചിപ്പിക്കാം. അപ്പൊ അലാഉൽ ഹളറമി റളിയല്ലാഹു അൻഹുവും 1000 ആളുകളും ഇവരോട് ധർമ്മസമരത്തിന് വേണ്ടി പോവുക. അങ്ങനെ കുറേ പോയി, അങ്ങനെ പോയി 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 കുറേ അങ്ങ് എത്തിയപ്പോ വെള്ളമില്ല, ഒരു വെള്ളമില്ല. അലാഉൽ ഹളറമി മുസല്ലാണ് വിരിച്ചിട്ട് ഒറ്റ ദുആ, യാ അലീമു യാ ഹലീമു യാ അലീം, യാ അലീമു യാ അലീമു യാ ഹലീം, യാ അലീമു യാ അലീമു യാ ഹലീം. എന്നിട്ട് ആളുകൾ പറഞ്ഞു, ബേജാറാകണ്ട, 1 മൈൽ അപ്പുറം, 1 കിലോമീറ്ററും 609 മീറ്റർ അപ്പുറം നമുക്ക് വെള്ളം കിട്ടുമെന്ന് പറഞ്ഞു. പോയി നോക്കുമ്പോൾ അവിടെ നല്ലൊരു ജലസംഭരണി, വലിയൊരു കുളം. അതിൽ ചാടി നീന്തി കുളിച്ച് വെള്ളം കുടിച്ച് വുളു എടുത്ത് പാത്രത്തിലാക്കി, ഭയങ്കര സംഭവം. അങ്ങനെ ഒരാൾക്ക് തോന്നി, ചിലപ്പോൾ ഇവിടെ ഈ കുളം കണ്ടിട്ടായിരിക്കും അവിടെ ദ്വാരന്നിട്ടുണ്ടാകുക, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. എന്നാൽ പിന്നെ ദ്വാക്ക് ഇജാബത്തുള്ള ആളാന്ന് ആൾക്കാർ പറയും ചെയ്യും. അങ്ങനെ ആയിരിക്കോ? ഒരു സംശയം. എന്ത് ചെയ്തു? കുറച്ച് സാധനം ഇവിടെ വെച്ച്, മറന്നു വെച്ച പോലെ വെച്ച് മുന്നോട്ട് പോയി. താൽക്കാലിക ഇവർക്ക് വേണ്ടാണെങ്കിൽ പിന്നെ കാണരുത്. അങ്ങനെ പോയി 2 മൈൽ പോയിട്ട് എൻ്റെ സാധനം മറന്നിട്ട് പറഞ്ഞു. ഇവിടെ നോക്കുമ്പോൾ ആ സാധനം മാത്രമുണ്ട്, കുളമല്ല വെള്ളമല്ല, ഒരു സംഭവമല്ല. ആ ദ്വക്കുള്ള ഇജാബത്ത് നോക്കിയ നിങ്ങൾ, അങ്ങനെയാണ് സംഭവം. അങ്ങനെ പോയി. അങ്ങനെ പോയപ്പോൾ ഈ ബഹ്റൈനിൽ അക്കരയാണ് ബഹ്റൈൻ എന്ന വിവരം ഇവരെടുക്കലില്ല.
ഈ 1000 പേര് ഇക്കരെ കുതിരപ്പുറത്തങ്ങെത്തിയപ്പോ അക്കരത്ത് നിന്ന് ചണ്ട മുട്ടിക്കൊണ്ട് കളിയാക്കാൻ ആരംഭിച്ചു. നിങ്ങളൊക്കെ ശശിയായി പോയല്ലോ. ആ നിലയ്ക്ക് ഇങ്ങനെ പറഞ്ഞപ്പോ അവിടുന്ന് ഇരുന്ന് റബ്ബിനോട് പറഞ്ഞു, യാ അലീമു യാ അലീമു യാ ഹലീം, യാ അലീമു യാ അലീമു യാ ഹലീം, യാ അലീമു യാ ഹലീമു യാ അലീം. അല്ലാഹുവേ, ഞങ്ങൾ വന്നിട്ടുള്ളത് ധർമ്മസമരത്തിന് വേണ്ടിയിട്ടാണ്. ഞങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഒരു തടസ്സമുണ്ട്. റബ്ബ് വിചാരിച്ചാൽ ആ തടസ്സം നീക്കാമല്ലോ. ആ യാ അല്ലാഹ് ബിസ്മില്ലാ വരീന്ന് പറഞ്ഞു. വെള്ളത്തിന്റെ മുകളിലൂടെ ഒരു കുതിരനെ പായിച്ച നടന്നു. കുതിര ഇല്ലാത്തവർ നടന്നിട്ടും കുതിര ഉള്ളവർ കുതിരയോട് കനി ഇങ്ങനെ. അതെങ്ങനെയാ? അങ്ങനെയാ? എങ്ങനെ നമുക്കറിയില്ല. അങ്ങനെ പോയി ഇവരെ വരവ് കണ്ടപ്പോഴേക്ക് അവരെല്ലാവരും ഭയപ്പെട്ട് ആയുധം താഴെ വെച്ചുകൊണ്ട് കീഴടങ്ങി എന്നതാണ് ചരിത്രം. അങ്ങനെ ഇവരെയും മോചിപ്പിച്ച് ദീനിലേക്ക് വന്ന ഒരുപാട് ആളുകൾ കൂട്ടം കൂടി തിരിച്ചു വരുന്ന സമയത്ത് ബഹുമാനപ്പെട്ട അലാഉൽ ഹളറമി റളിയല്ലാഹു അൻഹുവിനെ ബഹുമാനപ്പെട്ടവർക്ക് അസുഖബാധിതനായി അവിടുന്ന് വഫാത്താവുകയാണ്. ആ സമയത്ത് അവിടുന്ന് ദുആയിരുന്നു, റബ്ബേ എൻ്റെ ഖബർ മറ്റൊരാൾ കാണരുത്. ഒരിക്കലും തന്നെ പബ്ലിസിറ്റി ആഗ്രഹിക്കാത്തവരായിരുന്നു അവിടുന്ന്. അങ്ങനെ വഫാത്തായി അവിടെ ഖബറടക്കി. എന്നാൽ ഇടയ്ക്ക് സിയാറത്ത് ചെയ്യാൻ വേണ്ടി ഖബറിന്റെ ഷേപ്പിലുണ്ടാക്കി കല്ലൊക്കെ കുത്തിവെച്ച് അവരെങ്ങനെ യാത്ര പോയി. കുറച്ച് കാലം കഴിഞ്ഞ് വന്നപ്പോ ഖബറുമില്ല, ആളുമില്ല, ഒന്നും കാണാനില്ല. അങ്ങനെ 3 ദുആഇനും ഉത്തരം കണ്ട സംഭവം ഹാഫിള് ഇബ്നു അബി ദുനിയ അവിടുത്തെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ദീർഘിപ്പിക്കുന്നില്ല. ജീവിതത്തിൽ നാം പാലിക്കേണ്ട രണ്ടാമത്തെ കാര്യം ദുആയാണ്. ബിൽ ഗദാതി വൽ അശി, വൈകുന്നേരവും പ്രഭാതവും സജീവമാക്കലാണ്. രാവിലെ നല്ല ഉഷാറാണ്. നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനും നല്ല കാര്യം നിർവഹിക്കാനും പറ്റിയ സമയമാണ്. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മതി ഫീ ബുകൂരിഹാ, അല്ലാഹുവേ എൻ്റെ ഉമ്മത്തിന് ബുകൂറിൽ ബറക്കത്ത് നൽകണം എന്ന് പ്രത്യേകം ദുആ ഇരുന്നിട്ടുണ്ട് ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി. എല്ലാ കാര്യം ചെയ്യേണ്ട സമയത്ത് ചെയ്യണം. കല്യാണം കഴിഞ്ഞു പോകുമ്പോൾ ഒരാൾ കയ്യിൽ അണ്ടിപ്പരിപ്പ് കൊടുക്കുക, ബിരിയാണിയിലെടുത്താൽ മറന്നതാറിഞ്ഞിട്ട് ഒരു മേനയില്ല. പിന്നെ ഏത് സംഭവവും അതിൻ്റെതായ സമയത്ത് ചെയ്യാം. അത് നീട്ടിവെക്കരുത്. ബുദ്ധിശൂന്യരുടെയും അലസന്മാരുടെയും പ്രവൃത്തി ദിനം നാളെ ആയിരിക്കുന്നതാണ്. ഈ ഗൾഫിൽ പോയ ആൾക്കാരൊക്കെ ഉണ്ട്, വെള്ളിയാഴ്ചക്ക് അലക്കാൻ വേണ്ടി നീട്ടിവെക്കും. വെള്ളിയാഴ്ച ലീവല്ലേ എന്നുള്ള നിലക്ക് മടിയൻ മല ചുമക്കുന്നാണല്ലോ. സ്വർഗപ്രവേശം തടയുന്ന 2 കാര്യമാണ്. ഹബ്ബു ദുനിയ, ഒന്ന് ദുന്യാവിനോടുള്ള സ്നേഹം, മറ്റൊന്ന് മടി. അവാർഡ് തരേണ്ട ജാതി മടിയാണ് ചില മനുഷ്യന്മാർക്ക്. ഒരു രാജാവ് ഏറ്റവും വലിയ മടിയന് സമ്മാനം കൊടുക്കുക എന്നുള്ള നിലക്ക് ഇങ്ങനെ പോവുകയാണ് പറഞ്ഞു. അപ്പോൾ ഒരു മരത്തിൻ്റെ ഒട്ടിൽ 4 ആൾ കിടക്കുന്നുണ്ട് പറഞ്ഞു. കീസിൽ നിന്നൊരു സ്വർണ്ണ നാണയം എടുത്തിട്ട്, അല്ലയോ മടിയ ശിരോമണികളെ, നിങ്ങളിൽ ഏറ്റവും നല്ല മടിയന് ഇതാ സമ്മാനം എന്ന് പറഞ്ഞു. അപ്പോൾ ഏറ്റവും നല്ല മടിയന് സമ്മാനം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഈ സ്വർണ്ണ നാണയം ഇങ്ങനെ പിടിച്ച് പൊന്തിച്ചോട് കൂടെ 3 ആൾ നീച്ചു പറഞ്ഞു. ഒരാൾ പറഞ്ഞു, ഞാൻ മടിയനാണ് പറഞ്ഞു. ഇത് മടിയാണ്, എന്താ തെളിവ്, ഏത് ഈ തവിലാൾ ചോദിച്ചു. അതേ ഞാൻ, നിങ്ങൾക്ക് കുട്ടികളുണ്ട്, പെണ്ണുങ്ങളുണ്ട്, മക്കളൊക്കെ ഉണ്ട്, പക്ഷേ ഞാൻ പണിക്ക് പോകലില്ല, 1 മാസമായി പണിക്ക് പോയിട്ട് പറഞ്ഞു. അപ്പോൾ ഓന് കൊടുക്കാൻ പുറപ്പെട്ടപ്പോൾ മറ്റേ ആളുകൾ മാറ്റിയിട്ട് പറഞ്ഞു, ഞാൻ 2 മാസമായി പണിക്ക് പോയിട്ട് പറഞ്ഞു. എനിക്കുണ്ട് ആ സംഗതികളൊക്കെ, പെണ്ണും പെരിച്ചായൊക്കെ എനിക്കുണ്ട്, പക്ഷേ ഞാൻ പണിക്ക് പോകലില്ല പറഞ്ഞു. അപ്പോൾ 3-മത്തവൻ പറഞ്ഞു, 2 മാസമല്ല, ഞാൻ എൻ്റെ ജീവിതത്തിൽ പണിക്ക് തന്നെ പോയിട്ടില്ല പറഞ്ഞു. അപ്പോൾ ഓന് കൊടുക്കുക എന്നുള്ള നിലക്ക് നോക്കുമ്പോഴാണ് താഴെ ഒരാൾ കിടക്കുന്നത്. ചങ്ങായി എനിക്ക് വേണ്ട ചോദിച്ചു. വേണം, പക്ഷെ ഇവിടുന്ന് നീച്ചണ്ടായിരുന്നു, ഇവിടുന്ന് എണീക്കേണ്ട. നജാന്തി മടി തരേണ്ട ആൾക്കാരാണ്. അങ്ങനെ മടി ഉണ്ടാവാൻ പാടില്ല. ഉറങ്ങുന്നതിന് മുമ്പ് ഉളു എടുക്കണം എന്ന് പറഞ്ഞാൽ ആ ഉളു എടുക്കുക. രാവിലെ നേരത്തെ എണീക്കുക എന്ന് പറഞ്ഞാൽ അത് എണീക്കുക. അങ്ങനെ ഒരു എപ്പോഴും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ഒരു 21 പ്രാവശ്യം ദിവസം ചൊല്ലിയാലും മടിയൊക്കെ പോയി അങ്ങോട്ട് ഉഷാറാവും. എന്നാൽ 4ാമത് ജീവിതത്തിൽ വേണ്ടത് എന്താണ്? യുരീദൂന വജ്ഹ, അല്ലാഹുവിന്റെ പൊരുത്തം മാത്രം ആഗ്രഹിക്കലാണ്. അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെക്കലാണ്. കേട്ടിട്ടില്ലേ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഷാമിലേക്ക് കച്ചവടത്തിന് വേണ്ടി പോയി. ദീനിലേക്ക് വരുന്നതിന്റെ മുമ്പ്
അവിടുന്ന് ഒരു സ്വപ്നം കണ്ടു. സൂര്യനും ചന്ദ്രനും താഴെ വീഴുന്നതും ഏറ്റെടുക്കുന്നതും വേദത്തിൽ പരിജ്ഞാനമുള്ള ഒരാളെ അന്വേഷിച്ചു. അയാൾ അടുക്കൽ പോയപ്പോൾ നിങ്ങളുടെ നാട്ടിൽ മക്കയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധന ദൗത്യം ഏറ്റെടുത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് അവരിൽ നിങ്ങൾ വിശ്വസിക്കും എന്നുള്ളതിന്റെ അടയാളമാണ്. അതുകൊണ്ട് നിങ്ങൾ ഉടനെ പോവണം എന്ന് പറഞ്ഞ് മക്കയിലേക്ക് വന്നപ്പോ നബി തങ്ങൾ പ്രബോധനം നടത്തി അബൂജഹൽ ഉത്ബത്ത് പരിഹസിക്കുന്ന ഒരു രംഗത്തേക്കാണ് വന്നത്. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ തങ്ങൾ നബി തങ്ങളുടെ അടുക്കലേക്ക് വന്നിങ്ങനെ നിന്നു. ചോദിച്ചു, അമാ ആനലക അന്തുമിന ബി, എന്നെ കൊണ്ട് വിശ്വസിക്കാൻ സമയമായില്ലയോ? ആനലി, എനിക്ക് സമയമായി. അങ്ങ് അല്ലാഹുവിന്റെ റസൂലാണെന്ന് ചോദിച്ചപ്പോൾ ചോദിച്ചു, നിങ്ങൾ ഷാമിലേക്ക് പോയില്ലയോ? അവിടുന്ന് ഒരു സ്വപ്നം കണ്ടില്ലയോ? ആ സ്വപ്നം മിന്നാലിന്ന സ്വപ്നമായിരുന്നില്ലയോ? ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ദീനിലേക്ക് വരുന്ന സമയം 1,60,000 പൊന്നുണ്ടായിരുന്നു. 1,60,000 പവൻ. ഒരു പവൻ എത്ര? 40,000 അല്ലേ? 40 മേലുണ്ടല്ലേ? 42 ഉണ്ടോ അല്ലേ? പിന്നെ ഒരാ കാൽക്കുലേറ്ററിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞെക്കി കൂട്ടിക്കൂട്ടുന്നതാക്കുമ്പോൾ പണിക്കൂലി, പണി കുറവ്, അത് ഇത് ഒക്കെ കൂടെ ആക്കുമ്പോൾ മേക്കിംഗ് കോസ്റ്റ് ഇംഗ്ലീഷിലൊക്കെ പറയാം. അതൊക്കെ എങ്ങനെയാണ് നോക്കി അങ്ങോട്ട് ഇങ്ങോട്ടാക്കി ഇത്ര ശതമാനമൊക്കെ കൂടെ നോക്കുമ്പോൾ ഒരു 45,000 44,000. കല്യാണ പാർട്ടി ആണെങ്കിൽ അത് പാക്കേജ് ആയിരിക്കും. എല്ലാത്തിനും 3.5%. പോയി നോക്കുമ്പോൾ GST നിർവാഹമല്ല, അപ്പോൾ 5.9%. പിന്നെ കണക്കൂട്ടി നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെ കൂടെ അതെന്താണെന്ന് വെച്ചപ്പോൾ അത് സിംഗപ്പൂർ വർക്കാണ്, അതിന് 24%. ഇങ്ങനെയൊക്കെ കൂടെ ശതമാനം കൂട്ടുമ്പോൾ പിന്നെയും കുറേ കൂടി. 1,60,000 പവൻ സ്വർണം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനുണ്ട്. ശരിക്കും ശ്രദ്ധിക്കണം ദീനിലേക്ക് വരുമ്പോൾ. പിന്നെ എല്ലാം കൊടുത്തു. അങ്ങനെ എല്ലാം ദീനിനു വേണ്ടി ബഹുമാനപ്പെട്ടവർ സദഖ ചെയ്തു. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകുമ്പോൾ 5,000 പവൻ ബാക്കിയുണ്ട്. 5,000 പവൻ ബാക്കി പറഞ്ഞാൽ 5,000 പവൻ ഇപ്പം എത്രയായി? ഒരുപാടായി. ഓരോ ആളുകൾ ക്യാപ്സൂൾ രൂപത്തിൽ പ്രൈവറ്റ് ഭാഗത്തൊക്കെ വെച്ച് വരുന്നത് തന്നെ കോടിക്കണക്കിന് ഉറുപ്പ്യക്കുള്ളതുണ്ട് അല്ലേ? വല്ലാത്തൊരു സംഭവമാണല്ലോ. അങ്ങനെ 5,000 പവനോട്ടാണ് മദീനത്ത് പോയത്. അവിടെ പോകുമ്പോൾ 309 മുതല്ലിമീങ്ങളും മുഹാജിരീങ്ങളും മൻസാറുകളും കുറേ സാധുക്കളുണ്ട്. ബഹുമാനപ്പെട്ടവർ ഒക്കെ കൊടുത്തു. എല്ലാവർക്കും ഇങ്ങനെ ഉരിച്ചു കൊടുത്തു. നമ്മൾ കൊടുക്കുമോ? 2 കിഡ്നിയും പോയ ഒരാൾ നമ്മളെ ചമ്മാട്ടങ്ങാടിയിൽ നിന്ന് കണ്ടുമുട്ടി നിൽക്കുക. എൻ്റെ 2 കിഡ്നി പോയിക്കണേ, 2 പോയിട്ടുള്ളൂ അല്ലേ, ബാക്കിയുള്ള അത് നേരെ നിർത്തട്ടെ അറിയും. ആകെ 2 ഉണ്ടാവുള്ളൂ ഒരാൾക്ക്. ഞാൻ ദ്വാരിക്കാറിയും ചില ആൾക്കാർ ഓൻ ദ്വാരിക്കും 5ൻ്റെ പൈസ കൊടുക്കൂല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒക്കെ കൊടുത്തു. അങ്ങനെ അവസാനം 8 ദീനാർ ബാക്കിയായി. ഭാര്യ പറഞ്ഞു, അസ്മാ ബീവി, പിന്നെ മോള് ഗർഭിണിയാണ്, പല ചെലവും ഉണ്ടാവും, ഒക്കെ കൊടുത്തില്ലേ, അതൊന്ന് ബാക്കി എൻ്റെ കയ്യിൽ തരുവച്ചു. ആ 8 ദീനാർ കൈ കൊടുത്തു. അങ്ങനെ മദീനത്തെ പള്ളി നിൽക്കുന്ന ആ സ്ഥലത്ത് അബൂ അയ്യൂബിൽ അൻസാരി റളിയല്ലാഹുവിൻ്റെ വീടിൻ്റെ മുറ്റത്ത് നബി തങ്ങളും സഹാബത്തും കമ്മിറ്റി യോഗം വിളിച്ചിക്കാണ്. എന്തേ? ഇവിടെ ഒരു പള്ളി ഉണ്ടാക്കണം. നമ്മുടെ പള്ളി ഉണ്ടായിട്ട് എത്ര കൊല്ലായി? ഞങ്ങൾ പാപ്പ വന്നിട്ട് 18 കൊല്ലായി അല്ലേ? എത്രയായി? 22. അള്ളാഹു തആല ഖബൂലാക്കട്ടെ. നമ്മൾ ആജിയുടെ കുടുംബം അല്ലേ? ശരി, മാഷാ അല്ലാഹ്. അള്ളാഹു ജാരിയ സദഖയായി ഖബൂലാക്കട്ടെ. അപ്പൊ ഒരു പള്ളി ഉണ്ടാക്കണം എന്നുള്ള ചർച്ചയാണ്. അപ്പൊ പള്ളിക്ക് ആദ്യം വേണ്ടത് സ്ഥലമാണ്. അങ്ങനെ ഈ സ്ഥലം വേണം. അപ്പൊ ആ സ്ഥലം നിൽക്കുന്നത് സാധുക്കളായ ബനു നജ്ജാർ എന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാരെടുത്താണ്. ബനു നജ്ജാർ എന്ന് പറഞ്ഞാൽ നല്ല മനുഷ്യന്മാർ, ഓലെ അയൽക്കാരായി കിട്ടിയോ കഴിച്ചിലായി എന്ന് സഹീൽ ബുഖാരി കാണാം. നജ്ജാർ എന്ന് പറഞ്ഞാൽ തച്ചുശാസ്ത്രമാർ, ആശാരിമാർ എന്നൊക്കെ പറയും. ആശാരിപ്പണി എന്നുള്ളത് സുന്നത്തായ അമലാന്നാണ് നബി ഇമാം ശറഹ് മുസ്ലിം പറഞ്ഞിട്ടുള്ളത്. അപ്പം നാളെ എല്ലാവരും കൂടി ഉള്ളിൽ ഇറങ്ങണം നല്ലേ പറഞ്ഞത്. മസല അങ്ങനെയാണ്, കിതാബിൽ അങ്ങനെ ഉണ്ട്. അപ്പോ അവരെടുത്തുനിന്ന് ഈ സ്ഥലം വേണം. ആ സ്ഥലത്തിന് എന്താ നിങ്ങൾക്ക് തരണ്ടെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ എന്തെങ്കിലും തന്നാതിയാവും. ഒരു 8 ദീനാർ തന്നാൽ നിങ്ങൾ തൃപ്തിപ്പെടുവോ എന്ന് നബി തങ്ങൾ ചോദിച്ചു. ഞങ്ങൾ ഒന്നുമില്ലാതെ തരാൻ നിൽക്കുന്നവരാണ്. പോട്ടെ ഇൻഷാ അല്ലാഹ്, ഒരു ബർക്കത്തിന് 8 ദീനാർ. 8 ദീനാർ എന്ന് പറഞ്ഞാൽ 36 ഗ്രാം. 36 ഗ്രാം എന്ന് പറഞ്ഞാൽ 8.5 പവൻ അല്ലെ? 4 8 32, 4.5 പവൻ. 4.5 ഒരു പവൻ പറഞ്ഞാൽ 8 ഗ്രാം ആണല്ലോ. 4.5 പവൻ സ്വർണത്തിന്റെ മൂല്യത്തിനാണ് അത് വാങ്ങുന്നത്.
പക്ഷെ നബി തങ്ങളുടെ അടുക്കൽ ഒരു മില്ലി പോലും ഇല്ല, ആരടുത്തും ഇല്ല. അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നപ്പോൾ ഈ 8 ദീനാർ ഉണ്ടാകണം, ആ പിരിവിന് അങ്ങോട്ട് പോകും എന്നുള്ളതാ ചർച്ച. അപ്പൊ ഈ പിരിവോളജിക്കൽ സൈക്കോളജി ഉണ്ടല്ലോ, അപ്പോ ആ നിലയ്ക്ക് ഇങ്ങനെ നല്ല നിലയ്ക്ക് ഇങ്ങനെ നമുക്ക് ആരൊക്കെ കാണാം എന്നിങ്ങനെ ചർച്ച ചെയ്യാം. അങ്ങനെ ചർച്ച ചെയ്തപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പതുക്കെ അവിടുന്ന് എണീറ്റു. ആ പിരിവ് ഉണങ്ങിയത് അവിടെ പോവല്ലേ? അങ്ങനെയല്ല, പിന്നെ ഭാര്യൻ്റെ അടുത്ത് പോയി, അസ്മാ പോയി എവിടെ ഇത്? ഞാൻ അവിടെ ഉണ്ടേ. പിന്നെ ഞാൻ നേരത്തെ തന്ന 8 ദീനാർ എന്താട്ടി? അതവിടെ വെച്ചാണ്. ആ 8 ദീനാർ തരുമോ? എന്തിനാ? പള്ളി ഉണ്ടാക്കാൻ സ്ഥലം വാങ്ങാനാണേ. പള്ളി ഉണ്ടാക്കാൻ സ്ഥലം വാങ്ങാനാണേ. പള്ളി ഉണ്ടാക്കാനോ സ്ഥലം വാങ്ങാനോ? ആ ശരിക്കും എനിക്കും കൂലിട്ടോ? ഇനി അതിൽ പെടുത്തുവോ? നമ്മളെ വിടുങ്ങളാണെങ്കിലോ വേറെ മനുഷ്യന്മാരില്ലോ, ഒരു വൈകി നിങ്ങളില്ല, അവന് കൊടുത്ത് നിങ്ങൾ തന്നെ കൊടുക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ തലമേത് ഇല്ല ചൂടാവൂലേ? ഇതങ്ങനെയല്ല. അസ്മാ ബീവി എനിക്കും കൂലിട്ടോ? മമ്മ ശരിക്കും ശ്രദ്ധിക്കണം. പള്ളിൻ്റെ പണി നടക്കുക, അതിൽ ടൈൽ വർക്ക് അതുപോലെ പല വർക്കുകൾ നടക്കുന്നുണ്ട്. അപ്പം നമ്മളെ കയ്യമ്മങ്ങനെ നോക്കുമ്പോൾ 5 വള ഉണ്ട്. ഒരു വള ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖബർ പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകില്ലല്ലോ. എൻ്റെ അമ്മായിമ്മ ബഹുമാനപ്പെട്ട മർഹൂം നെല്ലിക്കുത്തുസ്താദിൻ്റെ ഭാര്യ, ആ അമ്മായിമ്മ ICUവിൽ കിടക്കുന്ന സമയത്ത് പെട്ടെന്നാണ് ഇങ്ങനെ വഫാത്തായത്, മരണപ്പെട്ടത്. അവിടുത്തെ ഇദ്ദയുടെ കഴിഞ്ഞ് 10ാമത്തെ ദിവസമാണ്. അങ്ങനെ അൽഷഫീന്ന് കയ്യിലെ ആഭരണമൊക്കെ ഊരി എൻ്റെ അടുത്താണ് തന്നത് സിസ്റ്റർമാർ. എന്നിട്ട് ഞാനാണ് ഓരോടുത്ത് കൊടുത്തത്. അപ്പം നമ്മൾ മരിക്കുന്ന സമയത്ത് ഇതൊക്കെ മരിച്ചാൽ ഇതൊക്കെ വെട്ടുമല്ലോ. ചിറ്റ് വെട്ടും, വളെടുക്കും, മോതിരെടുക്കും, അങ്ങനെ എല്ലാം എടുക്കും. ഖബർ കൊണ്ടുപോകുമ്പോൾ ഇതൊക്കെ പൊതിയാക്കിയിട്ട് ആ വല്യമ്മാൻ്റെ അല്ലേ നമുക്ക് പൊറ്റല്ലെങ്കിൽ വേണ്ടാന്നിട്ട് ആരെങ്കിലും ഖബർക്കൊപ്പം വെക്കുവോ? വെക്കൂല. അവിടെ ഉമ്മമാരെ ജീവിതകാലത്ത് കൊടുത്തോളി നിങ്ങൾ. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് കവർ കൊണ്ടുവന്ന് വരുമ്പോൾ നാളെ ആ കവറിൽ നല്ല പൈസ ജാരിയായ സദഖയാണ് എന്തെങ്കിലും മെച്ചമായി കഴിഞ്ഞാൽ ഈ പള്ളിക്ക് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുക. നമ്മളെ വക ഒരു ടൈലിൻ്റെ മൂല്യം, അല്ലെങ്കിൽ ഒരു കമ്പിയുടെ മൂല്യം, ഒരു ഇരുമ്പ് കാലിൻ്റെ മൂല്യം, ഒരു റെയിലിൻ്റെ മൂല്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കടത്തുണ്ടല്ലോ, അതൊരു വല്ലാത്ത കടത്ത. ഖബറിൽ ഇങ്ങനെ കിടക്കുമ്പോൾ ഞാനാ കൊടുത്തോണ്ടേ അൽഹംദുലില്ലാഹ്. ബക്കറ്റിക്ക് ആ 10 ഉറുപ്പിക ഇട്ടാലല്ല, അത് അതിൻ്റെതായ കൂലി അതിന് കിട്ടും. ചില ബക്കറ്റൊക്കെ ഇടുമ്പോൾ റിസർവ് ബാങ്ക് 10ൻ്റെ തൊട്ട് മാത്രമേ അച്ചടിച്ചിട്ടുള്ളൂ, തോണിപ്പോകും അല്ലേ? അങ്ങനെ ഉണ്ടായാലുണ്ട്. ഇവിടെ അല്ല. അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭാര്യനോട് പറഞ്ഞപ്പോൾ ഭാര്യ 8 ദീനാർ കൊടുത്തിട്ട് കൂലി നിൽക്കും വേണമെന്ന് പറഞ്ഞു. നമ്മൾ ചില ആൾക്കാരൊക്കെ എൻ്റെ വളരുമോ അടുത്ത പോലെ 2 വാങ്ങി തരാറ്, അവസാനം ഒന്നും കൊടുക്കില്ല. അങ്ങനെ ഇങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് 30 പവനൊക്കെ ഉള്ളത് പിന്നെ തേഞ്ഞ് പോകും. 2 സാധനം തേയ്യാന്നാണ്, കുറേന്നാണ്. ഒന്ന് സ്നേഹവും കുറയും, നോർമൽ അല്ലെങ്കിൽ സ്നേഹവും കുറയും, 2 ആഭരണവും കുറയും അല്ലേ? കല്യാണം കഴിഞ്ഞ ഉടനെയൊക്കെ ബസ്സിൽ 2 ഒരു സീറ്റിലായിരിക്കുക. ഞങ്ങൾ 2 തടിയാണെങ്കിലും മനസ്സൊന്നാണ്, ടിക്കറ്റ് ഒന്ന് പോരേന്നൊക്കെ ചോദിക്കും കണ്ടക്ടറോട് അല്ലേ? അങ്ങനെ ഇങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞാൽ അങ്ങനെ പോകുമ്പോൾ ഇജ്ജ് മുമ്പ് കയറിക്കോ, ഞാൻ അധികം കയറാന്ന് പറയും. കുറച്ചുകൂടി അങ്ങനെ കഴിഞ്ഞാൽ ഇജ്ജ് ബസ്സിന് പോയിക്കോ, അടുത്ത ബസ്സിന് ഞാൻ വരാറ്. പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞാലോ ഇജ്ജ് അങ്ങോട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ടില്ല പറയും. അപ്പം അങ്ങനെ അകന്ന് പോകലാണ് പലപ്പോഴും. അപ്പം അങ്ങനെയല്ല വേണ്ടത്. പ്രായം കൂടുന്തോർത്തോളം സ്നേഹവും കൂടണം. അങ്ങനെ ആയിരിക്കണം ജീവിക്കേണ്ടത്. ഞാൻ പറഞ്ഞു വന്നത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ 8 ദീനാർ വാങ്ങി. അതിന് വാങ്ങിയിട്ട് നേരെ നബി തങ്ങളെ കയ്യിൽ കൊടുത്തു. ഇതിന് സ്ഥലം വാങ്ങിക്കോളി എന്ന്. ആ സ്ഥലമാണ് ഇന്ന് മദീന പള്ളി നിൽക്കുന്ന സ്ഥലം. ലക്ഷക്കണക്കിന് സുജൂദ് ദിവസം അവിടെ ഇങ്ങനെ കിട്ടുമ്പോഴേ അപ്പുറത്താ കിടക്കുന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ നമ്മളെ പള്ളിയിൽ ഈ മുതഅല്ലിമീങ്ങളും നമ്മുടെ നാട്ടുകാരും ഇങ്ങനെ സുജൂദ് ചെയ്യുമ്പോൾ ആ ഹാജിക്ക് എന്തൊരു റാഹത്താണ് അറിയാം. അള്ളാഹു കബൂലാക്കട്ടെ. ഇതേപോലെ അവിടെയുള്ള ഈ സംവിധാനങ്ങൾക്ക് നമ്മളാൽ കഴിയുന്നത് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ, എന്തൊരു സംഭവ. ഞാൻ എൻ്റെ മഹല്ലിൽ 24 കൊല്ലമായി അവിടെ ബഹുമർഹൂം കുമരമ്പത്തൂർ ഉസ്താദിൻ്റെ മഹല്ലിൽ ദർസ് തുടങ്ങിയിട്ട് 24 കൊല്ലം. എന്നെ ദർസ് തുടങ്ങി തന്ന 3 ഉസ്താദുമാരും ഇന്നില്ല, ഖബറിലാണ്. അള്ളാഹു മഗ്ഫിറത്ത് നൽകട്ടെ, അള്ളാഹു റഹ്മത്ത് ചൊരിയട്ടെ. അലിസായി നമ്മുടെ കേന്ദ്ര മുശാവറ മെമ്പറായിരുന്നു. അവസാനത്തെ വയലിന് എൻ്റെ വണ്ടിയിൽ വന്ന് വയല് കേട്ട് നായിം ഉസ്താദിൻ്റെ വയല് ഇങ്ങനെ കേട്ട് 10:35 സ്റ്റേജുമെന്ന് ഇറങ്ങി. ഒരു 5 കിലോമീറ്റർ ഇപ്പുറം വീട്ടിലേക്ക് വരുമ്പോൾ പറഞ്ഞു, മൂല്യരെ റഷീദുല്യരെ നെഞ്ഞു വേദനിക്കുന്നുണ്ട്. അപ്പോൾ എന്നാ കുഞ്ഞാപ്പാന്ന് ഞങ്ങൾ വിളിച്ചത്, കുഞ്ഞാപ്പ നമുക്ക് പിന്നെ ഹോസ്പിറ്റലിൽ പോവല്ലേ ചോദിച്ചു. അപ്പോൾ ഡ്രൈവറോട് പറഞ്ഞു, ഞാൻ അവിടേക്കൊന്നും എത്തൂല,
പെരീക്ക് വിടുക. അപ്പം എപ്പോഴും മൂപ്പരെ താല്പര്യം എന്താ? ഫ്രീസറിൽ വെക്കരുത്, കീറിപ്പൊളിക്കരുത്, ആശുപത്രിയിൽ മരിക്കരുത് എന്ന് എപ്പോഴും ദ്വാരം. ആ വഫാത്താകണ അന്ന് മക്കളെല്ലാവരും വിളിച്ചിട്ട് അവരെ ഇടപാടുകളെ കുറിച്ചൊക്കെ ചോദിച്ച് കൊടുക്കാനുള്ള ആളുകളൊക്കെ വിളിച്ചു വരുത്തിയിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് അതിൻ്റെ 3 ദിവസം മുമ്പ് യൂനിസ് എന്ന് പറഞ്ഞ സഹോദരൻ, അവൻ്റെ മകനപ്പം മരിച്ചത് 17 വയസ്സായ, ഓനെ വിളിച്ചിട്ട് അലിസ്താദിൻ്റെ ഖബറിനുള്ള സ്ഥലം അടക്കം പറഞ്ഞെടുത്തു. നല്ല ആരോഗ്യമുള്ള ഒരു കുഴപ്പമില്ലാത്ത മനുഷ്യനായി പറയുന്നത്. നാളെ മുസാവർക്ക് വേണമെന്ന് പറഞ്ഞാൽ നാളെ മുസാവറ, അങ്ങനെ തന്നെ വയല് റെഡി, ഉദ്ഘാടനം. എന്തോ തീരുമാനിച്ച പോലെ നമുക്കൊക്കെ അങ്ങനെ ഫീൽ ചെയ്തിരുന്നു. അങ്ങനെ ഏകദേശം ഒരു 10:55 ആയപ്പോഴേക്ക് വീട്ടിലെത്തി. 10:50 ആയപ്പോഴേക്ക് വീട്ടിലെത്തി ഓടി ടോയ്ലറ്റിൽ പോയിട്ട് മൂത്രക്കൊഴിച്ച് ഉളുവൊക്കെ എടുത്ത് റാഹത്തായി വന്നു. എന്നിട്ട് ആ സംസം വെള്ളം എടുക്കാൻ വേണ്ടി പറഞ്ഞു. ഇതൊക്കെ നമ്മൾ മുമ്പിലുണ്ട് കേട്ടോ, ഇതാരെങ്കിലും പറഞ്ഞു കേട്ടതല്ല. സംസം വെള്ളം എടുക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ആ സംസം വെള്ളം ഇങ്ങനെ എടുത്തു. സംസം വെള്ളം എടുത്തിട്ട് ആയത്തിൽ കുറിച്ച് ഉറക്കാൻ ഓതി. കാരണം മരണസമയം ഇബിലീസ് ശല്യപ്പെടുത്താൻ വരുന്ന ഇബിലീസ് ആയത്തിൽ കുറിച്ച് ഭയങ്കര പേടിയാണ്. അങ്ങോട്ട് ആയത്തിൽ കുറിച്ച് അങ്ങോട്ട് ഓതിയിട്ട് അതിലേക്കാണ് ഊതി, എന്നിട്ട് അവിടെ കുടിച്ചു. ഇവിടെ അങ്ങനെ എൻ്റെ മടിയിലേക്കാണ് വീണു, എൻ്റെ ഡ്രൈവറെ മടിയിലേക്കും. അങ്ങനെ തല എൻ്റെ കയ്യിലായിരുന്നു. റബ്ബ് സാക്ഷി, ജീവിതത്തിൽ കെലിമ ചൊല്ലി മരിക്കുന്നത് ഒരാളെ കണ്ടത് അലിസ്താദിനെ മാത്രമാണ്. ബാക്കിയൊക്കെ ചൊല്ലുന്നുണ്ടാവും. അള്ളാഹു നമ്മയൊക്കെ കെലിമ ചൊല്ലി മരിക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. സോഫ്റ്റായിട്ട് ആ വെണ്ണയിൽ നിന്ന് നൂല് വലിക്കുക എന്നൊക്കെ പറയില്ലേ, നല്ല ആൾക്കാരെ മരണം അങ്ങനെയാണ് മരിച്ചത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്തൊരു മരണം അത്! ആ നിലക്കുള്ള മരണമാണ് നമുക്ക് വേണ്ടത്. ആ മരണം നമുക്ക് കിട്ടാൻ നമുക്ക് വേണ്ടത് എന്താണ്? സ്വാലിഹായ പ്രവർത്തനമാണ്. ആ സ്വാലിഹായ പ്രവർത്തനങ്ങളിൽപ്പെട്ട ഒന്നാണ് ജാരിയായ സദഖ എന്നത്. ഇന്ന് വഅദ് കഴിഞ്ഞ് വീട്ടിലേക്ക് നമ്മൾ പോയാൽ നമ്മുടെ വീട്ടിൽ നല്ല മാർബിൾ വിരിച്ചിട്ടുണ്ട്. ആ മാർബിളിന്റെ മേലെ കട്ടിൽ വെച്ചിട്ടുണ്ട്. ആ കട്ടിലിന്റെ മുകളിൽ പായ വിരിച്ചിട്ടുണ്ട്. ആ പായക്ക് മുകളിൽ ബെഡ് നിവർത്തി വെച്ചിട്ടുണ്ട്. ആ ബെഡിന്റെ മുകളിൽ വിരിപ്പുണ്ട്. അതേ റൂമിൽ കറങ്ങാൻ ഫാനുണ്ട്. ചുമരിലോ എയർ കണ്ടീഷൻ ഉണ്ട്. എന്നാൽ ഖബറെന്ന കല്ലറയിൽ കിടക്കുമ്പോൾ യമസൂത്രമില്ല, മൃതിസൂത്രമില്ല, ബ്രഹ്മസൂത്രമില്ല, സർക്കുലേഷൻ ഇല്ല, വെന്റിലേഷൻ ഇല്ല. നമ്മുടെ പള്ളിയുടെ ജുമുഅത്ത് പള്ളിയുടെ പരിസരത്ത് ഒരുപാട് മീസാൻ കല്ലുകളുണ്ട്. ആ മീസാൻ കല്ലിന്റെ ചുവട്ടില് പണക്കാർ കിടക്കുന്നുണ്ട്, പണിക്കാർ കിടക്കുന്നുണ്ട്, പണ്ഡിതന്മാർ കിടക്കുന്നുണ്ട്, യുവാക്കൾ കിടക്കുന്നുണ്ട്, നവജാത ശിശുക്കൾ കിടക്കുന്നുണ്ട്, ഒരുപാട് ആളുകൾ വ്യത്യസ്ത ഗ്രേഡിലുള്ളവർ കിടക്കുന്നുണ്ട്. കൊണ്ടുപോയത് 3 കഷ്ണം തുണിയാണ്. മൂക്കിലും ദ്വാരങ്ങളിലും പഞ്ഞിയാണ്. ഒരൽപ്പം അത്തറും പനിനീരും പൊതിഞ്ഞുകൊണ്ടാണ്. അതല്ലാതെ ഒന്നുമില്ല. അവിടെ തുണ വേണ്ടയോ ഉമ്മ? പള്ളിക്ക് വേണ്ടി നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചോ. അല്ലാഹു തആല നൽകിയ സമ്പാദ്യത്തിൽ നിന്ന് നല്ല ഒരു തുക നാളെ വരുമ്പോ ആ കവറിലിട്ട് കൊണ്ടുവന്നോ. ആഭരണങ്ങൾ തരാൻ പിശാച് സമ്മതിച്ചു കൊള്ളണം എന്നില്ല. എന്നാൽ പിശാചിനെ എല്ലാ നിലക്കും പിശാചിനോട് സമരം പ്രഖ്യാപിച്ച് ഒരു ചെറിയ 1 ഗ്രാമിന്റെ ആഭരണമെങ്കിലും ഈ ദീനീ സംരംഭത്തിന് വേണ്ടി കൊടുത്തു വിട്ടോ. അതേ, നമുക്ക് ഖബറിൽ കിടക്കുമ്പോഴാണ് അതിന്റെ വാല്യൂ അറിയുന്നത്. എന്നാണ് പോവുക എന്നറിയില്ല, എപ്പോഴാണ് പോവുക എന്നറിയില്ല. അതേ, നമ്മുടെ പള്ളിക്കാടിന്റെ പരിസരത്തുള്ള വീട്ടിൽ നിന്ന് ഖത്തറിലുള്ള, ബഹ്റൈനിലുള്ള, UAE-യിലുള്ള, ഈജിപ്തിലുള്ള, റുവാണ്ടയിലുള്ള, UK-യിലുള്ള, വാഷിംഗ്ടണിലുള്ള, കാനഡയിലുള്ള, ജർമ്മനിയിലുള്ള, സ്പാനിഷിലുള്ള ആളുകളെ അറിയാൻ, അവരെ വിവരമറിയാൻ സംവിധാനമുണ്ട്. എന്നാൽ കേവലം 50 മീറ്റർ മാത്രം അപ്പുറമുള്ള നമ്മുടെ വാപ്പയുടെ വിവരമറിയുന്നുണ്ടോ? ഫോൺ കമ്പിലേറ്റർ മുഴുവൻ
മുഴുവനും നിലച്ചില്ലേ. അവർക്കുള്ള ഹാലറിയാത്ത അത്ഭുതമല്ലേ. ഒരു വിവരവും അറിയുന്നില്ല. ദുന്യാവിലേക്ക് നമ്മൾ കരഞ്ഞു വന്നവരാണ്. നമുക്ക് ചിരിച്ചു പോവണ്ടയോ? കലിമ ചൊല്ലി മരിക്കണ്ടയോ? ഖബറിൽ നല്ല നിലക്ക് കിടക്കണ്ടയോ? ഇന്നല്ലെങ്കിൽ നാളെ നമ്മളൊക്കെ മരിക്കാനുള്ളവരാണ്. 2023-ലോ 2024-ലോ 2025-ലോ 2030-ലോ ഉള്ള ഒരു കലണ്ടർ സാധുവായ എൻ്റെ കലണ്ടറാണ്, നിങ്ങളുടെ കലണ്ടറാ. എപ്പോഴാണ് ഏത് ശൈലിയിലാണ് വരിക എന്നറിയില്ല, ഏത് സമയമാണ് മരിക്കുക എന്നറിയില്ല. നമ്മുടെ ബാപ്പമാരെവിടെ, ഉമ്മമാരെവിടെ, ജ്യേഷ്ഠന്മാരെവിടെ, നാട്ടുകാരെവിടെ, കൂട്ടുകാരെവിടെ? ആരോരുമില്ലാതെ കിടക്കണ്ടയോ പ്രിയപ്പെട്ട മുഅ്മിനെ? ഖബറിലേക്ക് ആരും വരുന്നില്ല. നമ്മുടെ സഹധർമ്മിണിയായ ഭാര്യ എൻ്റെ കൂടെ കിടക്കാൻ ഖബറിൽ ഉണ്ടാവൂല, മക്കളുണ്ടാവൂല. കുറെ അവര് വീട്ടിലാണ് ഇരിക്കുന്നതെങ്കിൽ പള്ളി വരെ കുറെ ആളുകൾ വന്നു, ഖബർ വരെ കുറെ ആളുകൾ വന്നു. ഖബറിൽ ആരും വരുന്നില്ല. അവിടെ വരുന്നത് ഒരേ ഒരു നേതാവാണ്, ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുമ്പോ ഇത് ഞങ്ങളുടെ എല്ലാമായ മുത്തുനബിയാണെന്നറിയണ്ടയോ? പറയേണ്ടയോ? നോക്കേണ്ടയോ? കാണേണ്ടയോ? അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. അവിടെ കിടക്കുമ്പോൾ സന്തോഷത്തോടു കൂടെ കിടക്കാനുള്ള 10 അമലുകളിൽ പ്രധാനപ്പെട്ട അമലേതാ? ഇദാ മാത ബിനു ആദമ ലൈസ യജ്രി അലൈഹി മിൻ ഖിസാലിൻ ഗൈറു അശ്രി ഉലുമും ബസ അവദുഅ നജ്ലി വഗർസുൻ നഖിലി വസദഖാതു തജ്രി. ജാരിയായ സദഖയാ, പള്ളിയിലേക്കുള്ള സംഭാവനയാ, അതിൻ്റെ നിർമ്മാണത്തിൽ പങ്കാളിയാവുകയാ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനേ, നമ്മാൽ കഴിയുന്ന സംഭാവനകൾ ചെയ്യുക. അതിനു വേണ്ടി നിങ്ങളാൽ കഴിയുന്നത് ചെയ്യിപ്പിക്കുക. നമ്മുടെ വീട്ടിൽ നിന്ന് കെട്ടിച്ചു വിട്ട മോളുണ്ടാവാം, കല്യാണം കഴിച്ചവരുണ്ടാവാം, അതുകൊണ്ട് ഗൾഫിലുള്ളവരുണ്ടാവാം. അവരൊക്കെ സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കേണ്ടവരാണ് നമ്മൾ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ കെട്ടിവെച്ച് വിട്ട മകളോടൊന്ന് പറയണോ, അതുപോലെ നമ്മുടെ മക്കളോടൊന്ന് ഉണർത്തണോ. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. ആരോരുമില്ലാത്ത ഖബറിൽ അതേ ലോകാവസാനവും കഴിഞ്ഞ് ഖിയാമത്ത് നാളും കഴിഞ്ഞ് വീണ്ടും 40 കൊല്ലം കിടക്കണ്ടയോ? ആ കിടത്തത്തിൽ ആശ്വസിക്കണ്ടയോ? സന്തോഷിക്കേണ്ടയോ? നിങ്ങൾക്ക് അല്ലാഹു നൽകിയതിൽ നിന്ന് ഈ സംരംഭത്തിലേക്ക് കൊടുത്തോ? അല്ലാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ.